Good afternoon, everybody. Perfect. നമ്മളെല്ലാവരും സ്കൂളിൽ പ്രവർത്തിക്കുന്നവരാണ്, സ്കൂളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. സോ ഏറ്റവും നന്നായിട്ട് എനർജി ഉണ്ടായിരിക്കേണ്ട ഒരു ടീമാണ് നമ്മൾ. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും രണ്ടാമതും അത് ചോദിച്ചത്. സോ എനിവേ, മനോഹരമായിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ഇരിപ്പാണ്. ഈ ഒരു സമയത്ത് വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നടത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സെഷനിലേക്ക് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് NEP 2020 എന്നുള്ള ഒരു പേരിൽ ഒരു പുതിയ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പുതിയ സമ്പ്രദായം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി സർക്കുലറുകൾ നമ്മുടെ ഇടയിലേക്കൊക്കെ വരികയുണ്ടായി. ശേഷം SCERTയുടെ കീഴിലായാലും CBSEയുടെ കീഴിലായാലും നിരവധി തരത്തിലുള്ള ട്രെയിനിങ്ങുകളും നിരവധി തരത്തിലുള്ള ഡിസ്കഷൻസും ഇതിനാസ്പദമാക്കി ഇന്ത്യയിലുടനീളം നടന്നിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ കേരള. നമ്മളൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തവരാണ്. അത്തരത്തിലുള്ള ഒരുപാട് ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഇരുന്നിട്ടുള്ളവരാണ്. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ പലരും NEP 2020 അതിൻ്റെ സെഷൻസിൻ്റെ ഭാഗമാകാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചവരാണ്. പക്ഷേ ഒരു 6 വർഷത്തിപ്പുറത്ത് നമ്മൾ കേരളത്തിലെ ECC ഭാഗമെടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ECC പല സ്കൂളുകളുടെയും അതിൻ്റെ ഒരു അവസ്ഥ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സ്റ്റിൽ ഒരു ക്ലാരിറ്റി ഇഷ്യൂ എല്ലായിടത്തും ഉണ്ട്. ഇതെന്താണ്? ഫൗണ്ടേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഏത് രൂപത്തിലാണ് നടത്തേണ്ടത്? ചില സ്കൂളുകളൊക്കെ തുടങ്ങി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ചില സ്കൂളുകളൊക്കെ അത് തുടങ്ങി ഇപ്പോഴും അത് പൂർണ്ണാർത്ഥത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കാതെ പാതി വഴിയിലിങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. ചില സ്കൂളുകൾ ഇതിലേക്ക് ഇറങ്ങാനുള്ളൊരു കറേജ് കിട്ടാതെ, ഒരു വിൽ പവർ കിട്ടാതെ ഇപ്പോഴും നിസ്സംഗരായി നിൽക്കുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്. ഞാൻ ചോദിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്ന അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നിങ്ങളിൽ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടെ ഇതിലെ ചില ക്ലാരിറ്റികൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമ്മുടെ കൺഫ്യൂഷൻസ്, നമ്മുടെ ഒരു കൈൻഡ് ഓഫ് അൺസർട്ടനിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് മാറ്റേണ്ടതുണ്ട്. സോ അതിനു വേണ്ടി ഈ സെഷൻ കൃത്യമായിട്ട് ഉപകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ അതിനു വേണ്ടി പ്രഗത്ഭരായിട്ടുള്ള 3 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ പാനലിലുള്ളത്. ഓൺ മൈ ലെഫ്റ്റ് സൈഡ് യു കുഡ് സീ ഡോക്ടർ ഷീല ജാസ്മിൻ. ഞാൻ കൂടുതലൊന്നും അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിത തന്നെയായിരിക്കും. SCERT ECC ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോമർ റിസർച്ച് സ്കോളറൊക്കെ ആയിരുന്നു. ഞാൻ ഇത് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു ഡിസ്കഷൻ അവരുമായിട്ടിരുന്ന ഒരു സമയത്ത് അവരുടെ ഈ ഒരു മേഖലയിൽ അവരുടെ ഡെപ്ത് ശരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. സോ തീർച്ചയായിട്ടും അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ഒരു SCERT ഒരു സർക്കാർ സംവിധാനത്തിലൂടെ നമ്മൾ ഈ NEPയെയും ECC ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ കാണുന്ന സമയത്ത് അതിലെ കൺഫ്യൂഷൻസും ക്ലാരിറ്റിയും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായും മാഡത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ മാഡത്തിന് ഞാൻ ഈ ഒരു പാനൽ ഡിസ്കഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് വൺ അനദർ വണ്ടർഫുൾ പേഴ്സൺ, AP അഷ്റഫ് സർ. അദ്ദേഹത്തിനെ കുറിച്ച് അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പരിപാടി തുടങ്ങിയ മുതൽ നിങ്ങളെല്ലാവരും നോക്കിക്കണ്ടിട്ടുണ്ടാകും. പാപ്പിയോൺ സൊല്യൂഷൻസിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് സ്കൂളുകൾക്ക് മെൻറ്ററിങ് കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ ഒരു പാനലിലേക്ക് അദ്ദേഹം വരുന്നത് CBSE ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ, അല്ലെങ്കിൽ CBSE ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട്, അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെയും ഈ ഒരു ഡിസ്കഷനിലേക്ക് ഹൃദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ഡോക്ടർ CP അഷ്റഫ്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും വളരെ പേഴ്സണലായി തന്നെ, അല്ലെങ്കിൽ വളരെ അടുത്ത് അദ്ദേഹത്തോട് ഇടപെടുന്ന ആളെന്ന ഒരു നിലയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും അദ്ദേഹത്തിൻ്റെ മെൻറ്ററിങ്ങും അദ്ദേഹത്തിൻ്റെ ഗൈഡൻഷിപ്പൊക്കെ എപ്പോഴും ഞങ്ങളെപ്പോലത്തെ ആളുകൾക്കും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ എപ്പോഴും ഉപകാരപ്രദമാവുന്ന രൂപത്തിലുള്ള മെൻറ്ററിങ്ങൊക്കെയാണ് അദ്ദേഹം എപ്പോഴും നൽകാറുള്ളത്. എപ്പോഴും മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു പടി മുമ്പോട്ട് ചിന്തിച്ച് മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ ഒരു പടി മുമ്പേ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കണ്ടത് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു പ്യുവർ ഒരു പ്രോബ്ലം സോൾവറായിട്ട് ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ സാധിക്കും. ഡോക്ടർ CP അഷ്റഫ് സാറേയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മുടെ ഈ ഒരു പാനൽ ഡിസ്കഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മൾ കോമൺലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സ്കൂളുകൾ കോമൺലി നേരിടുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കൺഫ്യൂഷൻസ്, ക്ലാരിറ്റി ഇഷ്യൂസ്, അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ചോദ്യങ്ങൾ, നമ്മൾ അത് സോർട്ട് ചെയ്ത ചില ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ചില ഡിസ്കഷനാണ് ഇവിടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കും ഈ പാനൽ ഡിസ്കഷൻ്റെ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് അത് ഒരു ഓപ്പൺ ഡിസ്കഷനാണ്. അതിനപ്പുറത്തേക്ക് ഇവർ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വന്നേക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ, നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ മുതൽ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ച ചില ഭാഗങ്ങൾ ഉണ്ടാവാം. അതൊക്കെ സോൾവ് ചെയ്യുന്നതിനും അതൊക്കെ ദൂരീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിരിക്കും രണ്ടാമത്തെ ഭാഗം ഈ ഒരു പാനൽ ഡിസ്കഷനിലേക്ക് ഉണ്ടാവുക. സോ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എവ്രിബഡി ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ പാനൽ ഡിസ്കഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മൾ NEP 2020 കുറിച്ച് പറയുമ്പം, എസ്പെഷ്യലി ഫൗണ്ടേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ ഈ 5+3+3+4 എന്നുള്ള സ്ട്രക്ചറൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണുള്ളത്. കാരണം മുൻകാലങ്ങളിൽ കേരളത്തിൽ ECC ഭാഗത്ത്, അതായത് ഈ 5+3+3+4 എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൽ ആദ്യത്തെ 5-ന് വേണ്ട രൂപത്തിലുള്ള പരിഗണന ലഭിക്കാതെ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 3-4 വർഷം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വലിയ റിസർച്ചുകൾ നടക്കുന്നു, അതിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുൻപോട്ട് വരുന്നു, ഒരുപാട് എക്സ്പേർട്സ് അതിലേക്ക് കയറി വരുന്നു. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച -3 ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലേക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ, അത്തരത്തിലൊരു അവസ്ഥയിൽ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കേരളത്തിലൊരു പ്രയാസമായിട്ട് എപ്പോഴും നിലനിൽക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എപ്പോഴും നിൽക്കാറുള്ളത് SCERT ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ CBSE ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് NCERTയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പലപ്പോഴും അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ആക്ഷൻസും അതിൻ്റെ റിഫ്ലക്ഷൻസൊക്കെ പെട്ടെന്ന് നടക്കാറുണ്ട്. എന്നാൽ SCERTയിൽ NEP 2020 വന്നതിന് ശേഷം ECC ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൽ വന്നിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ്, റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റസ് എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ മാഡം ഷില ജാസ്മിൻ, എങ്ങനെയാണ് നിലവിൽ ഈ SCERTയുടെ സമ്പ്രദായം ഇതിനെ നോക്കിക്കാണുന്നത്? സർക്കാർ സംവിധാനം ഈ ഒരു ACC ഡിപ്പാർട്ട്മെൻറ്റിൽ NEP 2020യുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഏത് രൂപത്തിലെത്തി, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്താൽ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. സോ മാഡം പ്ലീസ്, എന്താണ് ഇപ്പം നിലവിൽ SCERT ഇതിലെടുത്തിട്ടുള്ള ആക്ഷൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റസ് എന്താണ്? ബഹുമാന്യരായ പ്രിയ പാനലിസ്റ്റുകൾ, പ്രിയപ്പെട്ടവരെ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2016 മുതലുള്ള ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷമാണ് ECCയുടേതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിസ്കഷനുകളോ കൂടിച്ചേരലുകളോ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനു മുന്നേ വരെ നമുക്കറിയാം, ഒരു പ്രീ സ്കൂളെന്നോ നഴ്സറി എന്നോ ഒക്കെ പറയുന്ന ചില സ്ഥാപനങ്ങൾ, ചില സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്കൂളിനോടൊക്കെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യാലയങ്ങളിലോ ഒക്കെ ചേർന്ന് ചെറിയ ക്ലാസ് മുറിയിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി അവിടെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം, കാഴ്ചപ്പാടാണ്, നമുക്ക് കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്.
പക്ഷേ ഈ അടുത്ത നാളുകളിലാണ് ഈ ഒരു മാറ്റം, ഈ ഒരു പ്രായ ഗ്രൂപ്പിന് കൊടുക്കേണ്ടതായ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. അതാരാണ്? സർക്കാർ തലത്തിൽ മാത്രമല്ല, പൊതുജനങ്ങളുടെ ഇടയിൽ ഒക്കെ തന്നെ ഈ സംസാര വിഷയം ഉണ്ടായി തുടങ്ങുന്നത്. ഇപ്പോൾ 2016 മുതൽ നമ്മുടെ സംസ്ഥാനത്ത്, ഞാനിപ്പോൾ SCRT ഇല്ല എങ്കിലും ആ 2016 മുതൽ അതിന് മുന്നുള്ള വർഷങ്ങളിലും നടന്ന ചില പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ച് നമുക്കിനി മുന്നിലേക്ക് പോകേണ്ടതുണ്ട്, വളരെയേറെ മുന്നിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് NEP 2020 ഒരു പശ്ചാത്തലവും കൂടിയാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ഈ മേഖലയിൽ നടന്ന പ്രവർത്തനം എന്തൊക്കെയാണെന്ന് ബ്രീഫായി ഞാനൊന്ന് പറയാം. നമ്മുടെ സംസ്ഥാനത്ത് 2016 മുതൽ ഒരു പ്രത്യേകമായി 2014 ഒരു യൂണിഫൈഡ് കരിക്കുലം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സർക്കാർ നിർദ്ദേശപ്രകാരം തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് 3 to 6 ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 5 ഡെവലപ്മെൻ്റൽ ഡൊമൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അതും സർക്കാർ സംവിധാനത്തിലുള്ളതാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കീഴിലുള്ളതാണ്. അവിടെയും ഇത്തരത്തിൽ 3 to 6 ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കരിക്കുലവും ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസും ഉണ്ട്. ഇപ്പോൾ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു എലമെൻ്റ് മാത്രമാണ് പ്രീ സ്കൂളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു സർവീസുകൾ, നമ്മൾ ECCയെ കാണുമ്പോൾ വെറും പ്രീ സ്കൂളിംഗ് അല്ല, ഒപ്പം ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടണം, ഈ ഏജ് ഗ്രൂപ്പിൽ കിട്ടണം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുകയും അതോടൊപ്പം തന്നെ ഹെൽത്ത്, അവർക്ക് കിട്ടേണ്ട ആരോഗ്യ പരിരക്ഷ, മറ്റ് തരത്തിലുള്ള സുരക്ഷിതത്വം, ഇതൊക്കെ കിട്ടേണ്ടത് ഈ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അതുകൊണ്ട് അത്തരം സർവീസസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് ഒപ്പം തന്നെ പ്രീ സ്കൂളിംഗ്, കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടതായ ഡെവലപ്മെൻ്റൽ ഡൊമൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഒരു വിഭാഗത്തിൽ അങ്ങനെ നടക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു കരിക്കുലം തയ്യാറാക്കുകയും ഒപ്പം തന്നെ അതിനനുബന്ധമായി കുട്ടികൾക്കുള്ള പ്രവർത്തന കാർഡുകൾ, ആക്ടിവിറ്റി കാർഡ്സും ടീച്ചേഴ്സിനുള്ള ഹാൻഡ് ബുക്കും തയ്യാറാക്കി അവർക്കുള്ള ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലേ വേ രീതിയിലാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ലഭ്യമാകേണ്ടുന്നതായ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെൻറ്റ്, അവർക്ക് കിട്ടേണ്ടതായ 5 സെൻസ് ഓർഗൻസിലൂടെയാണ് കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള കഴിവുകൾ വികസിച്ച് ഉള്ളത് എന്നുള്ള അതിൻ്റെ ബോധ്യത്തിൽ ആവശ്യമായ ആക്ടിവിറ്റി ഏരിയാസ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ തന്നെ നടപ്പിലാക്കുന്ന തരത്തിലാണ് ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറ്റങ്ങൾ ഈ 2016 മുതൽ തന്നെ സർക്കാർ വിദ്യാലയം എന്ന് പറയുമ്പോൾ അതും വളരെ പരിമിതമായ എണ്ണം പ്രീ സ്കൂളുകളിൽ മാത്രമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അൺഎയ്ഡഡിലോ എയ്ഡഡ് സ്ഥാപനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രീ സ്കൂളുകളിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ പലതും നടക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതേസമയം സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ചില സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്റ്റാർസിൻ്റെ, അതും സെൻട്രൽ ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഫണ്ടെല്ലാം ലഭ്യമാകുകയും അത് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനകരമായി തീരുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് എല്ലാം ഒരുക്കുന്ന തരത്തിലുള്ള ക്ലാസ് റൂമുകൾ തന്നെ അതിന് വേണ്ടുന്ന പ്രത്യേകമായ ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ രാവിലെ ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യം, ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ, ആർട്ടിസ്റ്റിക് ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയാസ്, ഇങ്ങനെ ക്ലാസ് മുറിയിൽ കുഞ്ഞിനെ യഥേഷ്ടം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ആക്ടിവിറ്റി ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ 13 ഏരിയാസാണ് പറയുന്നത്. അത് ഇൻഡോറും ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട്. ഔട്ട്ഡോർ പ്ലേ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് റൂമുകളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പോയാൽ അത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ് NEP 2020 വരുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ ഇതിൻ്റേതായിട്ടുള്ള ഒരു പ്രീ വർക്ക് നടക്കുകയും ക്ലാസ് റൂമുകളിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അധ്യാപകർക്ക് പരിശീലനങ്ങൾ നൽകി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ NEP 2020 വന്നു, അതൊരു പോളിസി ഡോക്യുമെൻ്റാണ്.
അല്ലേ? കുറേ ആശയങ്ങൾ അതിനകത്തുണ്ട്. ഇതെപ്പോഴും ഈ ആശയങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ, നമുക്ക് ആശങ്കകൾ ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം NEP-യിൽ പറയുന്ന പല കാര്യങ്ങളും മുന്നമേ തന്നെ ചെയ്തതുകൊണ്ട് നമ്മൾക്ക് അത്രത്തോളം ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. എങ്കിൽ പോലും പല കാര്യങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ. അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇതാണ്. നമ്മുടെ സർക്കാർ വിദ്യാലയം, ഇത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആയാലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നാലും ഇതിനകത്ത് എടുത്തേക്കുന്ന കരിക്കുലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 ഡെവലപ്മെൻ്റൽ ഡൊമൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പ്ലേ വേ മെത്തേഡാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആണ്. ഒരു റിട്ടൺ എക്സാമിനേഷൻ അല്ല അവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് 5 വയസ്സ് വരെ ആണ്. പക്ഷെ 6 വയസ്സ് വരെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം 6 വയസ്സാണ് 1ാം ക്ലാസ് എന്ന് പറയുമ്പോഴും നമ്മളിപ്പോഴും എൻട്രി ഏജ് 5 വയസ്സ് നിൽക്കുന്നതുകൊണ്ട് 3+നും 4+നും പ്രത്യേകമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുക്കിക്കൊണ്ട് ക്ലാസ് റൂമുകളിൽ പ്രവർത്തന ഇടങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ഡിസ്കഷനിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. മാം അതിൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റസ്, സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിൽ സർക്കാർ ഒരു പെർസ്പെക്റ്റീവിൽ അതിൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റസ് അതൊരു വളരെ ബ്രീഫായിട്ട് പറഞ്ഞു. കൂടുതൽ ഡിസ്കഷൻസിലേക്ക് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളൊക്കെ ആവാവുന്നതാണ്. അങ്ങനെ സർക്കാർ സംവിധാനം ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ മറുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡിറക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് CBSE സ്കൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടിയതിൽ ഭൂരിഭാഗം സ്കൂളുകളും ഒരുപക്ഷെ CBSE ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അൺഎയ്ഡഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അഷ്റഫ് സാർ, എത്രത്തോളമാണ് ഈ പറയപ്പെട്ട NEP 2020, AP അഷ്റഫ് സാർ, എത്രത്തോളമാണ് ഈ NEP 2020 ഈ പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ CBSE സ്കൂളുകളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റസ് നിലവിൽ എന്താണ്? ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇത് ഒരു അരമണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. എന്നാൽ പോലും വളരെ ചുരുക്കി ഞാനതിനെ ഒരു 4 സെഗ്മെൻറ്റോ 5 സെഗ്മെൻറ്റോ ആക്കി പറയാം. 2020 NEP വന്നപ്പോൾ NEP-യിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 4 പാർട്ടുകളാണുള്ളത്. അതിലെ 1ാമത്തെ പാർട്ട് സ്കൂൾ എഡ്യൂക്കേഷനാണ്. സ്കൂൾ എഡ്യൂക്കേഷനിൽ 8 ചാപ്റ്ററുകളാണുള്ളത്. ഈ 8 ചാപ്റ്ററുകളിൽ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ്, ECCE എന്നാണ്. 2ാമത്തെ ചാപ്റ്ററും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് FLN എന്ന് വിളിക്കുന്ന ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. 3ാമത്തെ ചാപ്റ്റർ പറയുന്നത് കർട്ടൈലിംഗ് പ്രോപ്പോർട്ട് റേഷ്യോ ആണ്. അതുമായി ബന്ധപ്പെട്ടതല്ല, പ്രത്യേകിച്ച് കേരള പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. 4ാമത്തത് കരിക്കുലം ആൻഡ് പെഡഗോജി. അവിടെയാണ് നേരത്തെ നമ്മുടെ മാം സംസാരിച്ച പെഡഗോജി എങ്ങനെയായിരിക്കണം, ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം, അതിൽ പറയുന്ന NCF-FS എന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. 2 ഫ്രെയിംവർക്കുകൾ നിലവിൽ വന്നിട്ടുണ്ട്. NEP പ്രകാരം തന്നെ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കും വന്നിട്ടുണ്ട്. അത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ്, അതായത് NCF-FS 2022 വന്നിട്ടുണ്ട്. ആ 2022 വന്നതിന് അടിസ്ഥാനത്തിൽ 2023 അഫിലിയേഷൻ സർക്കുലർ 07 എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ CBSE സ്കൂളുകളിലും ECCE ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫൗണ്ടേഷണൽ സ്റ്റേജ് ഡിപ്പാർട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും തുടങ്ങേണ്ടതാണ്. അപ്പോൾ NEP 2020യും NCF-FS-ഉം ഇത് രണ്ടും നമ്മൾ വന്നു കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്ന് പറയാം. 2020 2022 കഴിഞ്ഞ് വർഷങ്ങളായി നമുക്കിപ്പോൾ. പക്ഷെ പല സ്കൂളുകളും അത് തുടങ്ങിയിട്ടില്ല. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് NCF-FS-ലോട്ട് പോകുമ്പോൾ 2022 വന്ന, നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ 5+1 ഡൊമൈൻ എന്നാണ് നമ്മളതിനെ പറയാറുള്ളത്. 6 ഡൊമൈൻ ഉണ്ട്. 5+ ഡൊമൈൻ എന്ന് പറയുന്നത് അന്നമയ കോശ, പ്രാണമയ കോശ, മനോമയ കോശ, വിജ്ഞാനമയ കോശ, ആനന്ദമയ കോശ എന്നാണ് സാൻസ്ക്രിറ്റിൽ അതിൻ്റെ പേര് നൽകിയിട്ടുള്ളത്. അതിനെ നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്,
നിങ്ങളൊക്കെ അറിയുന്നതാണ് സോഷ്യൽ ഇമോഷണൽ എത്തിക്കൽ ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഡെവലപ്മെൻറ്റ്, ദെൻ ലാസ്റ്റ് വൺ കൾച്ചറൽ ആൻഡ് എസ്തറ്റിക്. ഇതാണ് 5 ഡെവലപ്മെൻറ്റൽ ഏരിയാസ്. ഈ 5 ഡെവലപ്മെൻറ്റൽ ഏരിയാസിൻ്റെ +1 പോസിറ്റീവ് ലേണിംഗ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കൂടിയുണ്ട്. അപ്പോൾ മൊത്തം 6 ഡൊമൈനാണുള്ളത്. ഈ 6 ഡൊമൈനിൽ 13 കരിക്കുലർ ഗോൾസ് ഉണ്ട്, 13 കരിക്കുലർ ഗോൾസ് ഉണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് pre-KG മുതൽ, pre-KG എന്ന് പറയുന്ന പേര് NCERT പറഞ്ഞത് അങ്ങനെയല്ല, ബാലവാടിക 1, ബാലവാടിക 2, ബാലവാടിക 3 ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലവാടിക 1, ബാലവാടിക 2, ബാലവാടിക 3 എന്ന് പറയുന്ന ആദ്യത്തെ 3 സെഗ്മെൻറ്റും ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 എന്ന് പറയുന്ന രണ്ടാമത്തെ സെഗ്മെൻറ്റ് കൂടി മൊത്തം 5 വർഷം. അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 2ാം ക്ലാസ് കുട്ടി പൂർത്തിയാകുമ്പോഴേക്ക് പൂർത്തിയാകേണ്ട കരിക്കുലർ ഗോൾസ് 13 എണ്ണമാണ്. 68 കോമ്പിറ്റൻസീസ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സലീം സാറ് സംസാരിക്കുമ്പോഴും മാം സംസാരിക്കുമ്പോഴും ലത്തീഫ് സാറ് സംസാരിക്കുമ്പോഴും പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ് കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ കുട്ടിക്ക് ഈ 68 കോമ്പിറ്റൻസീസ് കിട്ടണമെങ്കിൽ 200+ ലേണിംഗ് ഔട്ട്കം ആ NCF-FS എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CG 8 കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത് കുട്ടി 99 വരെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും അതായത് ഇൻ ബിറ്റ്വീനും ഓർഡർ ചെയ്യാനും കൗണ്ട് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു കരിക്കുലർ ഗോൾ. ഈ കരിക്കുലർ ഗോളിന് ഓരോ ഘട്ടത്തിലും പ്രത്യേകം ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. അതായത് pre-KGയിൽ കുട്ടി 5 വരെയോ 10 വരെയോ കൗണ്ടിങ് കോൺസെപ്റ്റ് കുട്ടിക്ക് കിട്ടണം. അത് ആ വർഷത്തിൽ കിട്ടേണ്ട ലേണിംഗ് ഔട്ട്കമാണ്. അത് കഴിഞ്ഞാൽ അത് UKG ആകുമ്പോൾ നമ്പർ വീണ്ടും കൂടും. LKG ആകുമ്പോൾ കൂടി, UKG ആകുമ്പോൾ കൂടി, ഗ്രേഡ് 1 ആകുമ്പോൾ കൂടി, ഗ്രേഡ് 2 ആകുമ്പോൾ കൂടി, ഇങ്ങനെ മൊത്തം 2ാം ക്ലാസ് പൂർത്തിയാകുമ്പോഴേക്ക് ഇത്രയും ലേണിംഗ് ഔട്ട്കം കൂടിയാൽ കുട്ടി ആ കോമ്പിറ്റൻസി കിട്ടിയാൽ കുട്ടിക്ക് കരിക്കുലർ ഗോൾ അച്ചീവ് ചെയ്തു. ഇതാണ് NCF-FSൽ കൃത്യമായി കരിക്കുലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ SCERT ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഡ്രാഫ്റ്റാണ്, ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് മറ്റുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ഈ NCF-FS ഫോളോ ചെയ്താൽ, ഈവൻ സ്റ്റേറ്റ് സ്കൂളാണെങ്കിൽ പോലും നമുക്ക് ഈ ക്ലാസ്സുകളിൽ കുട്ടിക്ക് കിട്ടേണ്ട അറിവ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഒരു കാര്യം അതിൽ പറയാനുള്ളത്. രണ്ടാമത്തേത് കുട്ടിയെ സംബന്ധിച്ചാണ്. മാം പറഞ്ഞു എത്ര വയസ്സിൽ കുട്ടിയെ ചേർക്കണം. CBSE പറയുന്നത് 3ാമത്തെ വയസ്സിൽ കുട്ടിയെ ചേർക്കണം. 3, 4, 5 വയസ്സ് കഴിഞ്ഞ് 6ാമത്തെ RTA ആക്റ്റിൽ പറഞ്ഞതുപോലെ 6ാമത്തെ വയസ്സാകുമ്പോൾ കുട്ടി 1ാം ക്ലാസ്സിലേക്ക് എത്തണം. ഈ 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കരിക്കുലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ NCF-FS അനുസരിച്ച് NCERT ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആനന്ദ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ കൂടെ തന്നെ ജാദു പിട്ടാര എന്ന് പറയുന്ന ഒരു ബോക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. ജാദു പിട്ടാര എന്ന് പറയുന്ന ബോക്സിൽ ആ ക്ലാസ്സിൽ കളിക്കേണ്ട എല്ലാ ഗെയിംസും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയ സാധനമാണ്. അപ്പോൾ ആ ബോക്സും ഈ ആനന്ദ് എന്ന് പറയുന്നതും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു ടീച്ചർ റിസോഴ്സ് മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ പേര് ഉന്മുഖ് എന്നാണ്. ഈ പറയുന്ന പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആണ്. NCERTയുടെ വെബ്സൈറ്റിലുള്ള സാധനമാണ്. ഈ ഉന്മുഖം അനുസരിച്ചിട്ടാണ് കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടത്, പരിശീലനം കൊടുക്കേണ്ടത്. എന്നാൽ നമ്മൾ പലപ്പോഴും NCERTയുടെ ബുക്കല്ല ഫോളോ ചെയ്യുന്നത്, പല പബ്ലിക്കേഷൻ്റെ ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അവർ കൃത്യമായി കരിക്കുലർ ഗോൾ മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ മലയാളം നമ്മൾ കാണിച്ചു. വിജയൻ മാഷും ഷെരീഫ് സാറും CP അഷ്റഫ് സാറും കൂടി മലയാള ലാംഗ്വേജ്, അതായത് ലാംഗ്വേജ് 1ൽ എങ്ങനെയാണ് മലയാളം പഠിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി അവർ പഠിച്ച് NCF-FSനോട് കൃത്യമായി താതാത്മ്യം പ്രാപിക്കുന്ന രൂപത്തിലാണ് ആ പുസ്തകം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എത്ര പബ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംഭവം, കുട്ടീനെ 3ാമത്തെ വയസ്സിൽ ചേർക്കണം. ചേർത്ത് കഴിഞ്ഞിട്ട് 4, 5, 6, 7, 8ാമത്തെ വയസ്സാകുമ്പോൾ കുട്ടി അടുത്ത ക്ലാസ്സിലേക്ക് എത്തണം. ഇതാണ് ആ കുട്ടിയെക്കുറിച്ച് പറയുള്ളത്. അപ്പോൾ കുട്ടിയുടെ ഏജ്, കുട്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അതുപോലെ അവിടെ ജാദു പിട്ടാര ഉൾപ്പെടെയുള്ള മെറ്റീരിയൽസ്, ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ്സ്, ഇതെല്ലാം നമ്മുടെ ലോക്കൽ കോണ്ടെക്സ്റ്റിൽ, കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചെയ്യാമെന്നാണ് NCF-FS നമ്മളോട് പറയുന്നത്. 3ാമത്തെ അതിലൊരു ഡൊമൈൻ എന്ന് പറയുന്നത് ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്നത് NEP 2020 ഡൊമൈൻ ചാപ്റ്റർ നമ്പർ 8 ആണ്. പാർട്ട് 1 ചാപ്റ്റർ നമ്പർ 8 ടീച്ചർ ഡൊമൈനിൽ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്:
ECCയിൽ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും ഒരു ECCE ഡിപ്ലോമ ഇതിനനുസരിച്ച് എടുക്കണം എന്നുള്ളതാണ്. പുതിയ ആളുകൾക്ക് എന്താണ്? പുതിയ ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പോൾ നേരത്തെ ഇത് BEd കോളേജാണ്, ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം പുതിയ ആളുകൾ വരുമ്പോൾ PPTTC ട്രെയിനിങ് ചെയ്താൽ മതിയോ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതിയോ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പറയുന്നത് അവർ എന്ത് പഠിക്കണം എന്നുള്ളതാണെന്നറിയോ? ITEP പഠിക്കണം എന്നാണ്. ITEP എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇപ്പോൾ കേരളത്തിൽ 3 കോളേജുകളിലാണ് നിലവിലുള്ളത്. അത് അൺഎയ്ഡഡ് സെക്ടറുകളിലാണ് 3 കോളേജുകളും ഉള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ITEP ഉണ്ട്. പക്ഷേ ഈ ITEPിലൊന്നും ECC ITEP അല്ല നിലവിൽ വന്നിട്ടുള്ളത്. ITEP നിലവിൽ വന്നിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സും സെക്കൻഡറി കോഴ്സുകളാണ്. നേരെ മറിച്ച് വളാഞ്ചേരിക്ക് അടുത്തുള്ള ഒരു സ്വാശ്രയ ഓട്ടോണമസ് കോളേജ് ഉണ്ട്, മജ്ലിസ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ITEP പ്രിപ്പറേറ്ററി നിലവിൽ വന്നിട്ടുണ്ട്. ഇനി ITEP ECC എന്ന് പറയുന്ന കോഴ്സ് കൂടി നിലവിൽ വരാൻ പോകുന്നു എന്നാണ് പുതിയ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ടീച്ചർ പുതിയ കാലഘട്ടത്തിൽ 2030 ആകുമ്പോഴേക്ക് ഈവൻ DLED വരെ നിർത്തലാക്കി ITEP പ്രിപ്പറേറ്ററി, ITEP ECCE, ITEP സെക്കൻഡറി ഇത്തരത്തിലുള്ള കോഴ്സുകൾ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഒരു +2 കഴിഞ്ഞാൽ ഒരു ടീച്ചർ പഠിച്ചിട്ട് വേണം ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വരാൻ എന്നുള്ളതാണ് നിലവിൽ വരുന്ന നിർദ്ദേശങ്ങൾ. അത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ITEP 3 തുടങ്ങിയതുപോലെ തുടങ്ങി. അപ്പോൾ ടീച്ചർ ഇപ്പോൾ നിലവിലുള്ള ടീച്ചേഴ്സ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ ഇൻ ECCE കംപ്ലീറ്റ് ചെയ്യണം. 6 മാസത്തെയോ 1 മാസത്തെയോ 6 മാസത്തെയോ 1 വർഷത്തെയോ കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞ കാര്യം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, സലീം സാർ സൂചിപ്പിക്കുന്നു, ചറപറ എന്ന് പറയുന്നത് പോലെ കുറേ കോഴ്സുകൾ നടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആധികാരികമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി അവിടെയാണ് നമ്മൾ EC സെറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി നേരത്തെ നമ്മൾ ചെയ്യാറ്. ഏർലി ചൈൽഡ്ഹുഡ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പാപ്പിയോൺ അത്തരത്തിലൊരു ട്രെയിനിങ് അതിന് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. 4ാമത്തെ കാര്യം, കാരണം നമുക്ക് ചർച്ച ചെയ്യാൻ കൂടുതലില്ലാത്തതുകൊണ്ട് 4ാമത്തെ ഏരിയ അസസ്മെൻറ്റിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കരിക്കുലം പറഞ്ഞു, ഇതൊക്കെ CBSE നടപ്പിലാക്കാൻ പറഞ്ഞതാണ്. 4ാമത്തെ ഏരിയ അസസ്മെൻ്റ് എന്ന് പറയുന്നത് HPC വേണമെന്നാണ്. എത്ര പേരത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. HPC എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് നിലവിൽ CBSEയുടെ വെബ്സൈറ്റിൽ, നിങ്ങൾ അക്കാഡമിക് വെബ്സൈറ്റിൽ പോയാൽ HPC എന്ന് പറയുന്ന ഡൊമൈനിൽ പോയാൽ അവിടെ ഒരു മൈക്രോ വെബ്സൈറ്റ് ഉണ്ട്. HPCക്ക് ഒരു മൈക്രോ വെബ്സൈറ്റ് ഉണ്ട്. ആ മൈക്രോ വെബ്സൈറ്റിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ECCEക്കാർക്കുള്ള ഒരു വെബ്സൈറ്റ്, ഒരു 12 പേജോളം വരുന്ന ഒരു ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിൻ്റെ ഫോർമാറ്റ് അതിൽ അവൈലബിൾ ആണ്. അവിടെ 4 പേര് അസസ് ചെയ്യണം കുട്ടിയെ. ഒന്ന് കുട്ടി തന്നെ സ്വന്തമായിട്ട് അസസ് ചെയ്യണം, 2 ടീച്ചർ അസസ് ചെയ്യണം, 3 പാരൻ്റ് അസസ് ചെയ്യണം, 4 പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ അസസ് ചെയ്യണം. ഇങ്ങനെ 4 പേര് അസസ് ചെയ്ത് രേഖപ്പെടുത്തുന്ന HPC അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതൊരു 2 ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താലാണ് കറക്റ്റായിട്ട് HPC എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. CBSE തന്നെ അതിൻ്റെ ഒരു ട്രെയിനിങ് വെച്ചു, ഞാൻ അതിൻ്റെ പരിശീലനത്തിൽ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇതുവരെ അതിൻ്റെ ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, HPC ചെയ്യാൻ പോർട്ട്ഫോളിയോസും അതിൽ പരക്ക് എന്ന് പറയുന്ന NCERTയുടെ വെബ്സൈറ്റിൽ, പരക്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോംസ് മുഴുവൻ കാണാം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ECCEക്ക് മാത്രം ഫൗണ്ടേഷൻ സ്റ്റേജിക്ക് ഒരു HPC, അത് കഴിഞ്ഞ് പ്രിപ്പറേറ്ററിക്ക് വേറെ HPC, സെക്കൻഡറി സ്റ്റേജിന് വേറെ HPC, ഇത്തരം വേറെ HPCകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഈ 5+1 ഡൊമൈനിലാണ് കുട്ടിയെ അസസ് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ ലേണിംഗ് ഔട്ട്കം കുട്ടിക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് HPC. ഇത് വർഷത്തിൻ്റെ അവസാനത്തിൽ കുട്ടിക്ക് കൊടുക്കുമ്പോൾ കൃത്യമായി ആ വർഷത്തിൽ കിട്ടിയ ലേണിംഗ് ഔട്ട്കമും കോമ്പിറ്റൻസിയും എന്താണ് എന്ന് രക്ഷിതാവിനും മനസ്സിലാവണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. രക്ഷിതാവിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മാർക്സാണ്. അപ്പം നമ്മൾ കോമ്പിറ്റൻസി ബേസ്ഡ് അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പരാതി, ഇപ്പോൾ എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പരാതി, കുട്ടിക്ക് മാർക്ക് കിട്ടുന്നില്ല. 50-ൽ 50 മാർക്ക് കിട്ടിയാൽ രക്ഷിതാവ് ഹാപ്പിയാണ്. പകരം കുട്ടിക്ക് എന്ത് കോമ്പിറ്റൻസി കിട്ടിയെന്ന് ചോദിച്ചാൽ നത്തിങ് ഈസ് ഇത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അപ്പോൾ ആ രക്ഷിതാവിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പാരൻറ്റിങ് കോഴ്സുകൾ സംഘടിപ്പിക്കണം. അതിനുവേണ്ടി പാരൻസിനൊരു ഹാൻഡ് ബുക്ക് ഉണ്ട്.
അത് SCRT ഒരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് രക്ഷിതാവിന് ക്ലാസ് എടുത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് ഇത് രക്ഷിതാവിന് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ മൊത്തം ECCE, ഞാനിത് പറയാതിരുന്ന ചിലപ്പോൾ വൈകുന്നേരം വരെ ഇതിൻ്റെ ഓരോ സബ് ഡിവിഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, UKG കഴിഞ്ഞാൽ, അതായത് സീനിയർ KG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിക്ക് ഒരു പുസ്തകമുണ്ട് ടീച്ചർക്ക്. വിദ്യാപ്രവേശ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വിദ്യാപ്രവേശ് എന്ന് പറഞ്ഞാൽ KG നിന്ന് വരുന്ന കുട്ടി എത്രത്തോളം ഇതുമായി അസോസിയേറ്റ് ചെയ്ത് പോകും, ഏതുമായി 1ാം ക്ലാസ്സുമായി അസോസിയേറ്റ് ചെയ്ത് പോകും. ആ പുസ്തകത്തിൻ്റെ പേര് വിദ്യാപ്രവേശ് എന്നാണ്. ആ പുസ്തകമുണ്ട്. ഡോക്യുമെൻറ്റ്സ് ഒരുപാടെണ്ണം ഞാൻ ഈ പറഞ്ഞതുപോലെ CBSEയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. CBSE അക്കാഡമിക്സ് വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്തൊരു ഗ്രീൻ ലൈന് കാണാം. ആ ഗ്രീൻ ലൈനിൽ കുറേ മൈക്രോ വെബ്സൈറ്റ് കാണാം. ആ കുറേ മൈക്രോ വെബ്സൈറ്റിൽ HPC എന്ന് പറയുന്ന മൈക്രോ വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ FLN എന്ന് പറഞ്ഞ മൈക്രോ വെബ്സൈറ്റ് ഉണ്ട്. എന്താണ് FLN? ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഇതിന് വേണ്ട കുറേ ടൂൾസ്. ഇത് ഒരു പ്രൊജക്റ്റാണ്. FLN എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. നിപുൺ ഭാരത് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. ആ നിപുൺ ഭാരതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി FLN എന്ന് പറയുന്ന ആ കോർണറിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ലിറ്ററസി ഉണ്ടാക്കാനുള്ള, ഇംഗ്ലീഷിലും മാത്സ് ന്യൂമറസിയും ഉണ്ടാക്കാനുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആസ് എ ECCE എഡ്യൂക്കേറ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെൻറ്റും നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡൊമൈൻസും, കരിക്കുലം എങ്ങനെയായിരിക്കണം, ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായിരിക്കണം, ടീച്ചർ ആരായിരിക്കണം, ഒരു സ്റ്റുഡൻറ്റ് ചൈൽഡ് എങ്ങനെയായിരിക്കണം, പാരൻ്റ് എങ്ങനെയായിരിക്കണം, ഒപ്പം തന്നെ അവരുടെ അസസ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഇതിന് കൃത്യമായ എല്ലാ ഡാറ്റകളും CBSEയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. ഇതിപ്പോൾ ഞാൻ ചോദിക്കാൻ വിചാരിച്ചൊരു 5-6 ചോദ്യങ്ങളുടെ ഉത്തരം മുമ്പ് റിപ്ലൈ പറഞ്ഞേ അല്ലേ? ഗ്രേറ്റ്. അപ്പോൾ അതിൽ സാർ അവസാനം പറഞ്ഞു വെച്ചൊരു ഭാഗമുണ്ട്. അത് പലപ്പോഴും നമ്മുടെ സ്കൂൾ അതോറിറ്റിക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ എപ്പോഴും കൺസേൺ ആയി നിൽക്കുന്ന ഒന്നാണ്. കാരണം ഇപ്പം ഈ പറയപ്പെട്ട NEP 2020യും അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ആ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ സർക്കുലറൊക്കെ പറയുന്നത് ആ ഒരു നിലവിലുള്ള കേരളത്തിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് ഇപ്പം നമ്മൾ KGയിലേക്ക് നോക്കിയാൽ പലപ്പോഴും നമ്മൾ പറയാറ് LKG കഴിയുന്ന കുട്ടി, ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. LKG കഴിയുന്ന കുട്ടി A to Z ലെറ്റേഴ്സ് അത് എഴുതണം, അത് കംപ്ലീറ്റ് എഴുതണം. അല്ലെങ്കിൽ പിന്നെ ഇത്ര വരെ നമ്പർ ഒരു പരിധിയിലപ്പുറം പെട്ടെന്ന്, അതായത് വളരെ വേഗത്തിലെല്ലാം പഠിക്കണമെന്നുള്ളതാണ് പലപ്പോഴും പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ NEP പറയുന്നത് നേരെ അതിൻ്റെ തിരിച്ചാണ്. സമയമെടുത്ത് അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുക എന്നുള്ളതാണ് NEP മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാരൻസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ ചോദ്യം ഡോക്ടർ CP അഷ്റഫ് സാറിനോടാണ്. പാരൻസിന് ഇതിപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം ഞാനൊക്കെ എൻ്റെ സ്കൂളിലൊക്കെ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ്. കാരണം നമ്മൾ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ മാപ്പ് ചെയ്ത് നമ്മൾ വലിയ ഡിസ്കഷൻസൊക്കെ നടത്തി ഈ രൂപത്തിലുള്ള ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ്ങിലേക്ക് പോകുന്ന സമയത്ത് പാരൻസിനത് പൂർണ്ണാർത്ഥത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ഇതല്ല അക്കാദമിക്സ്, അല്ലെങ്കിൽ ഈ രൂപത്തിലല്ല സ്കൂളിൽ വരേണ്ടത്, മാർക്കാണ് പെട്ടെന്ന് കാണേണ്ടത്, ഈ രൂപത്തിലുള്ള തോട്ടാണ് പലപ്പോഴും പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് PTA മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ കാണാറുള്ളത്. സോ ഇത് പരിഹരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ഡോക്ടർ CP അഷ്റഫ് സാർ. താങ്ക് യു നിയാസ് സാർ, താങ്ക് യു വെരി മച്ച്. NEPയിൽ നമ്മൾ പാരൻറ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ പാരൻറ്റിന് വിശേഷിപ്പിച്ചൊരു വാക്കുണ്ട് അതിൻ്റെ അകത്ത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലേണിംഗ് പാർട്ട്ണർ എന്നാണ്. ലേണിംഗ് പാർട്ട്ണർ, പാരൻ്റ് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്, ലേണിംഗ് പാർട്ട്ണർ എന്നാണ്. ഒരു കുട്ടിയുടെ ലേണിംഗ് ജേണിയിൽ വലിയൊരു പാർട്ട്ണർഷിപ്പ് എടുക്കേണ്ട ആളാണ് പാരൻ്റ്. വർഷത്തിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് പോകുന്ന ആളെ പേരല്ല പാരൻ്റ്. അപ്പോൾ നമ്മൾ ചിത്രം മാറ്റിയിടണം. ഒരു കുട്ടിക്ക് നിങ്ങൾ LKGയിൽ അല്ലെങ്കിൽ pre-KGയിൽ അഡ്മിഷൻ കൊടുക്കുമ്പോൾ പാരൻറ്റിനും കൂടെ അഡ്മിഷൻ കൊടുക്കണം. എൻ്റെ നാട്ടിൽ നഴ്സറി സ്കൂളുണ്ട്. ആ നഴ്സറി സ്കൂളിൻ്റെ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ മീറ്റിങ്ങിൽ നമ്മളവരോട് പറയാറ്, ഇവിടെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ തരില്ല, ഒരു ഫാമിലിക്ക് അഡ്മിഷൻ തരുള്ളൂ, ഫാമിലിക്ക് അഡ്മിഷൻ തരുള്ളൂ. പാരൻ്റ് എൻഗേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ മനോഹരമായിട്ട് NCFൽ പറയുന്നുണ്ട്. 3ാം വയസ്സിൽ കുട്ടിയോട് കൂടെ സ്കൂളിലേക്ക് വരുന്ന പാരൻറ്റിനെ 8ാം വയസ്സിൽ നമ്മളങ്ങ് 2ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 3ാം ക്ലാസ്സിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ പാരൻറ്റിന് കിട്ടേണ്ട ഒരു ജേണി ഉണ്ട്, ഒരു എംപവർമെൻറ്റ് ജേണി. ആ ജേണി കറക്റ്റാണെങ്കിൽ ഹയർ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെക്കുറിച്ച് കൺസേൺ ഉണ്ടാവില്ല.
ഫോർമേഷൻ ഇയേഴ്സാണ് 8 വയസ്സ് വരെ. 2 കാര്യങ്ങൾ ഫോർമേഷൻ നടക്കും. ഒന്ന്, പഠിക്കാൻ ആവശ്യമുള്ള ബേസിക് ലേണിംഗ് സ്കിൽസ് ഉണ്ട് 5 അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, കോംപ്രിഹെൻഷൻ, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് പ്ലസ് അരിതമെറ്റിക്. ഇത് കിട്ടിയ കുട്ടിക്ക് മുതിർന്ന ക്ലാസ്സിൽ പഠനത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ബിഹേവിയറിൻ്റെ ആണ്, പെരുമാറ്റത്തിൻ്റെ ബേസിക് എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി എങ്ങനെയാണ് സെൽഫിനെ പെർസീവ് ചെയ്യുന്നത്, ഞാൻ എന്താണ് എന്ന് കുട്ടി എങ്ങനെ മനസ്സിലാക്കുന്നത്, സെൽഫ് ലവ് എത്ര കണ്ടുണ്ട്, സെൽഫ് കെയർ എത്രയുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് എത്രയുണ്ട്, കുട്ടിയുടെ സെൽഫ് ഇമേജ് എന്താണ്, ഇതിൽ നിന്ന് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നൊരു വേൾഡ് വ്യൂ ഉണ്ട്, മറ്റുള്ളവർ എങ്ങനെ പെരുമാറേണ്ടത്. ഇതാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. ഇത് 8 വയസ്സിന് മുമ്പ് ഫിക്സ് ചെയ്യപ്പെടും. ഇപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസിലൊക്കെ TS സൈക്കോളജിയൊക്കെ നമ്മൾ പഠിക്കുന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യൻ്റെ ബേസിക് ലൈഫ് സ്ക്രിപ്റ്റ് ഫോം ചെയ്യപ്പെടുന്നത് 8 വയസ്സോട് കൂടിയാണ്. ആ 8 വയസ്സിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് 2 തരത്തിലുള്ള പാരൻറ്റിങ് കറക്റ്റ് ആയിരിക്കണം. ഒന്ന്, ബയോളജിക്കൽ പാരൻറ്റിങ് അഥവാ ഫാദറും മദറും കൊടുക്കുന്ന പാരൻറ്റിങ്. രണ്ടാമത്തത് സോഷ്യൽ പാരൻറ്റിങ് ആണ്, അത് ടീച്ചേഴ്സും സ്കൂളും കൊടുക്കുന്നതാണ്. അപ്പോൾ NEP ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ NCF ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ ഈ പാരൻറ്റ് ഡൊമൈനെ എത്ര മനോഹരമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് എന്താ, ഇപ്പോൾ അടുത്ത ആഴ്ച എനിക്കൊരു സ്കൂളൊരു പാരൻസ് മീറ്റ് ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പാരൻസ് ഉണ്ടാവും, വല്യപ്പാരുണ്ടാവും, വല്യന്മാരുണ്ടാവും, അവരൊക്കെ ഒന്ന് സുഖിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്കൂളിലെ മാനേജ്മെൻ്റ് ഉണ്ട്, ഇവിടെ പ്രിൻസിപ്പൽസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ നടക്കുന്ന പാരൻ്റ് എൻഗേജ്മെൻറ്റ് എന്താണ്? ഒരു കാരണവശാലും ഒരു മൊത്തം പാരൻസിൻ്റെ ഒരു ഹാളിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ അവരെ ചതിക്കരുതെന്ന് ഞാൻ പറയാം. ECC ഡൊമൈനിൽ കൊടുക്കേണ്ട പാരൻസ് എംപവർമെൻ്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് കൊടുക്കേണ്ട സാധനം. കാരണം കുട്ടിയിലുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ബാക്ക്വേർഡ്നെസ്സും 8 വയസ്സിന് മുമ്പ് പുറത്തു വരും. പഠനത്തിലായാലും ശ്രദ്ധയിലായാലും വളർച്ചയിലായാലും എന്ത് ഡിലേ ഉണ്ടെങ്കിലും 8 വയസ്സിന് മുമ്പ് അതിൻ്റെ സിംറ്റംസ് വരും. എത്ര കണ്ട് നേരത്തെ ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുവോ, എത്ര കണ്ട് നേരത്തെ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുവോ, നമ്മൊരു കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും. പലപ്പോഴും മുതിർന്ന ക്ലാസ്സിലെത്തിയിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സൈക്കിൾ എടുത്ത് പോവുക. അതുണ്ടാവരുത്. കൗമാരകാലത്തിലായിട്ട് കുട്ടികൾ വഴിതെറ്റുന്നില്ല. കൗമാരത്തിൽ വഴിതെറ്റുന്നില്ല കുട്ടികൾ, വഴിതെറ്റുന്നതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നു. വഴി തെറ്റാനും വഴി നേരെയാവാനൊക്കെയുള്ള ഇൻപുട്ട് കിട്ടേണ്ടത് ഫൗണ്ടേഷൻ സ്റ്റേജിലാണ്. അവിടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട വിഭാഗമാണ് പാരൻസ്. അപ്പോൾ ആ പാരൻസുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യണം. പാരൻറ്റിങ് സ്കൂൾ എന്നുള്ളത് സ്കൂളിങ്ങിൻ്റെ കൂടെ കൊണ്ടുപോകണം. മനോഹരമായിട്ട് പാരൻറ്റിങ് സ്കൂൾ നടത്തുന്ന സ്കൂളുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ പാപ്പിയോൺ തന്നെ ഒരുപാട് സ്കൂളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1 വർഷത്തെ പാരൻറ്റിങ് കോഴ്സ്, അത് കഴിയുമ്പോൾ അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കും. കാരണം ആരും ഈ പാരൻറ്റിനെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ മക്കളെ വളർത്തേണ്ടതെന്നുള്ളത്. അവരൊരു ധാരണ വെച്ചിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ ധാരണ വെച്ചിട്ട് കിട്ടിയ പാരൻറ്റിങ്ങുമായിട്ടാണ് കുട്ടി സ്കൂളിലോട്ട് വരുന്നത്. അപ്പോൾ NEPയിൽ പറയുന്ന നമ്മൾ NEP ഡോക്യുമെൻ്റ് നിങ്ങളതിനെ വായിച്ചിട്ടുണ്ടാവും. അതിൽ ECCനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 0 to 3 ആണ്. 0 to 3. ആ 0 to 3യിലെ പാരൻറ്റിങ് കറക്റ്റ് ആണെങ്കിൽ 3 to 8 പാരൻറ്റിങ് കറക്റ്റ് ആവുള്ളൂ, പഠനം കറക്റ്റ് ആവുള്ളൂ. ഈ 0 to 3യിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാതെയാണ് ടീച്ചർ കുട്ടീനെ എടുക്കുന്നതെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ പാരൻറ്റും ടീച്ചറും അടങ്ങുന്നൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, മനോഹരമായ പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പ് ജേണിയിലേക്ക് കുട്ടീനെ അങ്ങ് വെക്കുകയാണ് ചെയ്യേണ്ടതുള്ളൂ. ഇന്ന് വേറെ കാര്യം കൂടെയുണ്ട്. പഴയ പാരൻസ് ഒന്നുമല്ല, 2K പാരൻസൊക്കെ പുറത്തു വന്നു. ഡിഗ്രി ഹോൾഡേഴ്സാണ് മിക്കവാറും നമ്മളുടെ പാരൻസ് എല്ലാം. അപ്പോൾ സ്കൂളിൽ ഒരു കാരണവശാലും പാരൻറ്റിനെ ചെറുതാക്കി വെക്കാൻ പറ്റില്ല. ഡിഗ്രി ഒക്കെ ഉള്ളവരാണ് മിക്കവാറും അമ്മമാർ സ്കൂളിലുള്ള LKGയുടെ ഒരു വലിയ റിസോഴ്സാണത്. അവരെംപവർ ചെയ്ത് നമ്മൾ ഈ കുട്ടികളെ കൂടെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഈ കുട്ടിയിലെ ഒരു ടീനേജ് വരെയുള്ള കംപ്ലീറ്റ് ഗ്രോത്ത് മൈൽ സ്റ്റോൺസും അതിലുണ്ടാകുന്ന ഡിലേയ്സും അതിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയും ഈ പാരൻസ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊരു സാധ്യത സ്കൂളിലുള്ളത്. നമ്മൾ പ്രൈവറ്റ് സ്കൂളിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. പബ്ലിക് സ്കൂളിൽ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ഒരുപാട് പരിമിതിൻ്റെ വിഷയത്തിൽ. കാരണം ടീച്ചർ വടിയെടുക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ചൂടാകുമ്പോഴേക്ക് ചൈൽഡ് ലൈനിലേക്ക് കോള് പോകും, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഈ സാധനം പോകും. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിലെനിക്ക് പോളിസി മേക്കേഴ്സായ മാനേജേഴ്സ് ഇവിടെ ഉണ്ട്, പ്രിൻസിപ്പൽസ് ഇവിടെ ഉണ്ട്. കുറച്ചും കൂടെ തന്നെ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് കാണണം ഈ സാധനത്തിനെ. പാരൻറ്റിനെ എങ്ങനെ നമുക്ക് സ്കൂളിൽ റിസോഴ്സാക്കി മാറ്റാം. ചില സ്കൂളിലൊക്കെ സംഭവിക്കുക എന്താ വെച്ചാൽ പാരൻറ്റിന് പേടിയാണ്. പല സ്കൂളിലും പാരൻസിനെ പേടിയാണ്. പാരൻസ് മീറ്റിംഗ് വിളിക്കില്ല. പാരൻസ് മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അത് വിചാരിച്ചിട്ട് പാരൻസിനെ വിളിക്കില്ല. ഇനി നേരത്തെ മോഡറേറ്റർ നിയാസ് സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാർക്ക് വേണ്ടേ, പിന്നെ എവിടെ എൻ്റെ കുട്ടീൻ്റെ മാർക്ക് എന്നൊക്കെ ചോദിക്കും. ആക്ടിവിറ്റികൾ കൊടുത്താൽ ഇവിടെ പഠിപ്പൊന്നുമില്ല, ഇവിടെ മുമ്പ് DPPക്ക് നമ്മൾ പിന്നെ ഡെഫിനേഷൻ കൊടുത്ത പോലെയാവും. രസം എന്താ വെച്ചാൽ മുമ്പ് ഒരാൾ ഷുഗർ ചെക്ക് ചെയ്യാൻ പോയിട്ട് ഡോക്ടർ എഴുതി കൊടുത്തു 2 കപ്പ് ചോറ് ഉച്ചക്ക്, 2 കപ്പ് ചോറ് രാത്രി. അപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി ഓട്ടോറിക്ഷ വിളിച്ച് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചോറപ്പള കഴിക്കുക, ഉച്ചഭക്ഷണം അപ്പള കഴിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. KGയിലെ പഠനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്.
അപ്പോൾ ഇതിൽ കാഴ്ചപ്പാടുകൾ സ്കൂളുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രൈവറ്റ് പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഈ ചന്ത പബ്ലിഷേഴ്സ് വന്നിട്ട് ഇങ്ങനെ കാണിക്കും, ഒരു ബുക്കിൻ്റെ ചട്ടം ഇങ്ങനെ കാണിക്കും, NEP അലൈൻഡ്. പലപ്പോഴും നമ്മളിപ്പോൾ ഈ മലയാള ബുക്ക് ഉണ്ടാക്കാൻ കാരണം അതാണ് ശരിക്കും. ഒരുപാട് പബ്ലിഷിംഗ് ഹൗസുകൾ പുറത്തിറക്കുന്ന മലയാള പുസ്തകങ്ങൾ പരിശോധിച്ച് നമ്മൾ NEP അലൈൻഡ് എന്നാണ് പുസ്തകത്തിൻ്റെ മുകളിൽ ഉണ്ടാവുക. പക്ഷെ അതെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുക NCFFS അലൈൻഡ്. ഒരു തരത്തിലും അതിൻ്റെ അകത്ത് ഈ സാധനം അലൈൻഡ് അല്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കുഞ്ഞിക്കിളി എന്നുള്ള പുസ്തകം NCF-ലേക്ക് കറക്റ്റ് അലൈൻഡ് ആയിട്ടാണ് ആ പുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ഫെബ്രുവരി ലാസ്റ്റിലേക്ക് നമുക്ക് സ്കൂളിലേക്ക് നമ്മൾ കൊടുക്കാനാണ് വിചാരിക്കുന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ കൂടെ നമ്മൾ 2 ട്രെയിനിങ് നിർബന്ധമായിട്ട് സ്കൂളിൽ എടുത്തിരിക്കും. അല്ലാത്തൊരു ആ പുസ്തകം എടുക്കരുത് നമ്മൾ പറയാം. ഒന്ന്, എല്ലാ മാസവും ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ട്, എല്ലാ മാസവും. 2 പാരൻസിൻ്റെ ട്രെയിനിങ് ഇതേപോലെ. എങ്കിലേ കുട്ടീൻ്റെ ഭാഷാ പഠനം, കുട്ടിയുടെ എല്ലാ സംഗതികളും എന്ത് ചെയ്യുള്ളൂ, റെഡിക്ക് നടക്കുള്ളൂ. ഈ ഫൗണ്ടേഷൻ സ്റ്റേജിൽ വളം വെക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കൺസേൺ പാരൻറ്റിങ് തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ 5+3+3+4 പറഞ്ഞു, ഇതേപോലെ പാരൻസിനും നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം, അതായത് ആദ്യത്തെ 5 ഇയേഴ്സിൽ വരുന്ന കുട്ടികളുടെ പാരൻസിന് അവിടെ ഒരു കോഴ്സ് അത് പലപ്പോഴും നമ്മൾ നിർബന്ധമായിട്ടും ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു കോഴ്സ്, ഒരുപക്ഷെ അതൊക്കെ സ്കൂളുകളുടെ ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആയിരിക്കും വരുന്ന കാലഘട്ടത്തിൽ. ഇപ്പം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അടുത്തൊരു 2 വർഷക്കാലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഒരു മേഖലയിൽ വരിക എന്നുള്ളത് നമുക്കൊരു പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ അല്പം കൂടി മുന്നേ സഞ്ചരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷീല മാമിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പം നേരത്തെ നമ്മൾ സർക്കാർ സംവിധാനത്തിലുള്ള ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ ചർച്ചകളും ഏത് രൂപത്തിലാണ് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റൊക്കെ നടന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വന്നപ്പം, ഇപ്പം മാം നേരത്തെ സൂചിപ്പിച്ച പോലെ 2016 ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ചർച്ചകളും ഇതിൻ്റെ പേപ്പർ വർക്ക്സും ഒക്കെ 2016 തന്നെ സ്റ്റാർട്ട് ചെയ്തു. NEP ഒക്കെ പറയുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോഴും നമ്മളതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഈ വളരെ ചുരുക്കം ചില സ്കൂളുകളിലേക്ക് മാത്രമേ ഈ പറയപ്പെട്ട സംവിധാനങ്ങളൊക്കെ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ ഇതിൽ ഈ ഒരു എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായി തോന്നുന്ന, നമുക്ക് ഷോർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന, എന്നാൽ വരുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് പരിഹരിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയകൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ എന്തൊക്കെയാണ്? സർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പല പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞ് എന്ന സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് അല്ല അത് ഡിഫൈൻ ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞിന് കിട്ടേണ്ടതായ ചില അവകാശങ്ങളാണിതെല്ലാം. വിദ്യാഭ്യാസം കുഞ്ഞിന് കിട്ടേണ്ട അവകാശമാണ്. ആരോഗ്യം അതുപോലെ തന്നെയാണ്. കിട്ടേണ്ടതായിട്ടുള്ള പോഷകാഹാരം കുഞ്ഞിന് കൃത്യമായി കിട്ടണം. ഇതെല്ലാം കുട്ടിയുടെ അവകാശമാണ്. പക്ഷേ ഇപ്പോഴും നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചില ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിട്ട് അവർ നടത്തുന്ന പ്രീ സ്കൂൾ സംവിധാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഒരു സംവിധാനത്തിൽ അവർ കൊടുക്കുന്ന സർവീസസ് ഉണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നുണ്ട്, SC ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ST ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് മറ്റ് പ്രൈവറ്റ് ഏജൻസികളും ഇത്തരത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൺവേർജ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്തതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പ്രത്യേക മന്ത്രിയാണ്, പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒക്കെ വരുമ്പോൾ തമ്മിലുള്ള കൺവേർജൻസ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ കുഞ്ഞിൻ്റെ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളിലൂടെ ഉണ്ടാകേണ്ടത്. കാരണം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുണ്ടാവണം, എമർജ് ചെയ്ത് വരണം. ഞങ്ങളുടെ കുട്ടിക്ക് കിട്ടേണ്ടത് എവിടെ തടസ്സങ്ങൾ നിൽക്കും, നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു 5 വയസ്സ് എന്നുള്ളത് 6 വയസ്സാക്കി. 6 വയസ്സാക്കിയപ്പോഴും അത് നടപ്പിലാക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ CBSE പോലുള്ള സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രീ സ്കൂൾ 1-ാം ക്ലാസ്സിൽ 6 വയസ്സ് ഓൾറെഡി ആയിക്കഴിഞ്ഞതാണ്. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്നത് 5 വയസ്സായിരുന്നു കഴിഞ്ഞ വർഷം വരെയും. ഇനി 6 വയസ്സെന്ന് പറയുമ്പോഴും ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം 3 to 6 എന്ന് പറയുന്നതിൽ 3 to 5 വരെ മാത്രമാണ് പ്രീ സ്കൂളിൽ നിൽക്കുന്നതും 5 വയസ്സ് എന്ന് പറയുന്ന 1-ാം ക്ലാസ്സിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജിനെ നമുക്ക്
കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നം. അവിടെ ടീച്ചർ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഇപ്പോൾ 1-2 ക്ലാസ്സിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി DLED അല്ലെങ്കിൽ TTCO ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു വർഷവും കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ ബാലവാടിക അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് തൊട്ട് മുന്നിൽ വരേണ്ട പ്രിപ്പറേറ്ററി സ്റ്റേജ് ആയിട്ട് നിൽക്കുന്ന, അതായത് നേരത്തെ പറഞ്ഞ പോലെ ബാലവാടിക 1, 2, 3 എന്ന് പറയുന്ന സമയത്ത് എന്താണ്, 1-ാം ക്ലാസ്സിലേക്ക് മുന്നിലേക്ക് വരുന്നതിനുമുള്ള ഒരു സ്റ്റേജാണ്. കുട്ടിക്കൊരു സ്മൂത്ത് ട്രാൻസിഷൻ നടക്കണം 1-ാം ക്ലാസ്സിലേക്ക്. ഒരു ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഗ്രാജുവലി ഫോർമൽ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ഒരു സംവിധാനം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ബാലവാടിക എന്ന് പറഞ്ഞാൽ. അതിന് പ്രത്യേകിച്ചൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പോയിട്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞിന് ഒരേപോലത്തെ അനുഭവം അല്ല കിട്ടുക. അതും കുട്ടിക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പുസ്തകം എന്താ 3 മാസത്തേക്കുള്ള വിദ്യാപ്രവേശ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകവും നാഷണൽ ലെവലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത് നടപ്പിലാക്കുമ്പോൾ ഇതെങ്ങനെ നടപ്പിലാക്കും, ആരാണ് അധ്യാപിക, ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇത് ഒരു പ്രശ്നമായിട്ട് നിൽക്കും. ആരാണ് 3+, 4+, 5+ൽ അധ്യാപികയാകുക, 1-2 ക്ലാസ്സിലെ അധ്യാപികയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതൊരു വിഷയമാണ്. പക്ഷേ ഇപ്പോൾ NEP വരുമ്പോൾ അത് B.Ed in ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നുള്ള 2030 കഴിഞ്ഞാൽ B.Ed in ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ ആയിരിക്കണം ഈ ECC പ്ലസ് ഗ്രേഡ് 1, 2 പഠിപ്പിക്കേണ്ടി വരിക. അപ്പോൾ അതിനുള്ള സംവിധാനം എവിടെയുണ്ട്? നിലവിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. 2 വർഷത്തെ കോഴ്സാണ് അത്. NCT NCT പറഞ്ഞിരിക്കുന്ന പ്രകാരം നടപ്പിലാക്കുന്ന 2 വർഷത്തെ കോഴ്സുണ്ട്. ആ കോഴ്സ് സംസ്ഥാന ഗവൺമെൻറ് പരീക്ഷാ ഭവനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അപ്രൂവ് ചെയ്ത് നടക്കുന്നത്. അത് ഓൾറെഡി PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള സംഭവമാണ്, അതുണ്ട്. പക്ഷേ NEP വരുമ്പോൾ അതിന് എന്താകില്ല, തുടർന്ന് ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ബദലായിട്ട് 2030 കഴിയുമ്പോൾ അധ്യാപകരെ എവിടെയാണ് ഉണ്ടാക്കിയെടുക്കുക? അതിന് നമ്മുടെ സംസ്ഥാനത്ത് എന്ത് കാര്യമാണ് നടപ്പിലാക്കി? ഇതെവിടെ നിന്ന് വരണം? നിങ്ങളെപ്പോലുള്ള ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് ഒരു പത്രവാർത്ത കണ്ടത്, കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ 2 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മുടെ ഐറ്റപ്പ് ചെയ്യാനുള്ള അനുമതി കൊടുത്തു. പക്ഷേ അവിടെയും ഒന്ന് ഫൗണ്ടേഷൻ സ്റ്റേജ്, B.Ed in ഫൗണ്ടേഷൻ സ്റ്റേജ് ആരും തന്നെ അപ്ലൈ ചെയ്തിട്ടോ കിട്ടിയിട്ടോ ഇല്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. അപ്പോൾ 2030 കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആരാണ് പ്രാപ്തരാകുക? 4 വർഷം വേണം. 2026 ആകുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ തുടങ്ങിയില്ല എങ്കിൽ 4 വർഷം കഴിയുമ്പോൾ എവിടെയാണ് നമ്മുടെ അധ്യാപകർ? ഇപ്പം നിലവിലുള്ള അധ്യാപകരെ നമുക്ക് എങ്ങനെയാണ് എക്യുപ്പ് ചെയ്തെടുക്കാൻ കഴിയുക? അതിന് ബദൽ സംവിധാനം എന്ത്? നിലവിൽ അധ്യാപകരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ഡെവലപ്മെൻ്റൽ ഡൊമൈൻസ് പറഞ്ഞു, വളരെയധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കാരണം ഓരോ കുട്ടിയെയും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്. ഓരോ കുട്ടിയിലും സൈക്കോമോട്ടർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ അത് നടക്കുന്നുണ്ടോ, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ക്ലാസ് മുറിയിലെ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കണം. NEP-യിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എത്രയാണ് നമ്മൾ അതും സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണം. നമുക്ക് ഇപ്പം നിലവിലെ നമ്മുടെ കരിക്കുലം സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കരിക്കുലം പറഞ്ഞേക്കുന്നത് 25 ആണ് പറഞ്ഞേക്കുന്നത്. 20 to 25 പറയുന്നുണ്ട്. പക്ഷെ അതും ക്ലാസ് മുറിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ പരിമിതമായ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കുഞ്ഞിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കുഞ്ഞിൻ്റെ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ അടക്കം തന്നെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതിന് നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമായിട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനു വേണ്ടി എപ്രകാരം പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, നമ്മുടെ അധ്യാപകർ എത്രത്തോളം അതിന് സജ്ജരാണ്. നേരത്തെ പറഞ്ഞു കുട്ടിയുടെ കരിക്കുലം എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് ഏജ് അപ്രോപ്രിയേറ്റ് ആണ്, ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് ആണ്. ഓരോ കുഞ്ഞിനും എടുക്കാൻ കഴിയുന്നതേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓരോ ഏജിന് 3+ കുഞ്ഞിന് കൊടുക്കുന്ന ആക്ടിവിറ്റി ആയിരിക്കില്ല 4+ന് കൊടുക്കുന്നത്. ഇവിടെ കോമ്പിറ്റൻസി പറഞ്ഞു, സ്റ്റേറ്റിൽ 87 കോമ്പിറ്റൻസിയാണ് നിലവിൽ ഉള്ളത്, മാറ്റിയിട്ടില്ല. NEP വന്നതിന് ശേഷം മാറ്റിയിട്ടില്ല.
അതൊരു പക്ഷേ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ 68 കോമ്പിറ്റൻസിയാണ് NEP-യിൽ പറയുന്നത്. സ്റ്റേറ്റിൽ 87 കോമ്പിറ്റൻസി പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം ഇത് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്ത സംവിധാനമാണ്. അപ്പോൾ അതിലിനി ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് കുട്ടിക്ക് കിട്ടേണ്ട കോമ്പിറ്റൻസി? നേരത്തെ പറഞ്ഞ പരീക്ഷയും മാർക്കും. ഒരിക്കലും കോമ്പിറ്റൻസി നമുക്ക് മാർക്ക് രേഖപ്പെടുത്തി അളക്കാനായിട്ട് കഴിയില്ല. അപ്പം അധ്യാപകർ ആദ്യം ബോധം ഉണ്ടാകേണ്ടത് അധ്യാപകർക്കാണ്. എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ഓരോ കുഞ്ഞിനെയും കറക്റ്റായിട്ട് കണ്ടെത്താൻ, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആകുന്നുണ്ടോ? മൈൽ സ്റ്റോൺ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഡെവലപ്മെൻറ്റിൽ ഡിലേ പറഞ്ഞു. കുട്ടിയിലുണ്ടാകുന്ന 8 വയസ്സിന് മുന്നേ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രീ സ്കൂൾ അധ്യാപികയ്ക്കാണ്. അത് പേരൻസുമായിട്ട് ചേർന്നായിരിക്കണം അതുണ്ടാകേണ്ടത്. കുഞ്ഞിനുണ്ടാകുന്ന ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും ഉണ്ടാകുന്ന സംസാരിക്കുമ്പോൾ ഇത്ര വാക്കുകൾ പറയുന്നുണ്ടോ? 3 വയസ്സാകുന്ന കുട്ടിക്ക് പറയേണ്ട എണ്ണം വാക്കുകളുണ്ട്. 4 വയസ്സാകുമ്പോൾ കുഞ്ഞ് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നിരീക്ഷിക്കേണ്ടതിന് അധ്യാപികയോടൊപ്പം തന്നെ ആരുണ്ടാകണം? പേരൻസും ഉണ്ടാകണം. അത് കൃത്യമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ നമ്മുടെ ട്രെയിനിങ്ങുകളിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ടീച്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങുകളിൽ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഒരു ക്രൈസിസ് ആയിട്ട് നമുക്ക് ആശങ്കാജനകമാണ്. ഇത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ NEP കൃത്യമായിട്ട് പറയുന്നുണ്ട് ചെയ്യണമെന്ന്. നമ്മുടെ അധ്യാപകർ അതിന് എക്വിപ്ഡ് ആണോ? അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളത്. കാരണം പലതരത്തിലുള്ള സ്ക്രീനിങ് ടൂൾസ് ഉണ്ട്. നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില സ്ക്രീനിങ് ടൂളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടേതായിട്ടുള്ള കുട്ടിയുടേതായിട്ടുള്ള അത് തയ്യാറാക്കിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ്. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് വെച്ച് അല്ല ഇംഗ്ലീഷ് അതിനകത്ത് മലയാളത്തിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആൽഫബറ്റൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 3 വയസ്സായ കുഞ്ഞിന് ആൽഫബറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ലാംഗ്വേജിൻ്റെ അത് പറയുമ്പോഴേ നോക്കാൻ കഴിയില്ലല്ലോ. കുഞ്ഞിൻ്റെ ലാംഗ്വേജ് എഫിഷ്യൻസി നോക്കണം എന്നുണ്ടെങ്കിൽ കുട്ടി എന്താണോ സംസാരിക്കുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകൾ വരണം. നമ്മൾ എവിടെയൊക്കെയാണ്, ആരാണോ ഇതിലൊക്കെ ഇടപെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങൾ ഓരോന്നും അക്കവിട്ട് നോക്കുമ്പോൾ പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുമ്പോഴും ഈ പോളിസിയെ പ്രായോഗികവൽക്കരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അക്കമിട്ട് തന്നെ എഴുതുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കലല്ല, നമ്മൾ ഒരുപക്ഷെ ചെയ്തു നോക്കേണ്ടി വരും. ഈ ഇരിക്കുന്ന അധ്യാപകർ തന്നെ ഒരുപക്ഷെ ഏതൊക്കെ മേഖലകളിലാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ അതിനകത്ത് ഓരോന്നും എഴുതണമെന്നുണ്ടെങ്കിൽ അധ്യാപിക എത്രമാത്രം ഓരോ കുട്ടിയെയും ഒബ്സർവ് ചെയ്താൽ, അത് ടീച്ചറുടെ കയ്യിലൊരു ഇതുണ്ടാവണം, ഒബ്സർവേഷൻ ഡയറി ഉണ്ടാവണം. അതായിരിക്കണം പിന്നെ എന്തായി മാറേണ്ട ചില മാർക്കിങ്ങുകളിലൂടെ അത് രേഖപ്പെടുത്തുക. അല്ലാതെ വെറുതെ എഴുതി വെക്കാനായിട്ട് കഴിയും അല്ലാതെ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ധാരാളം കാര്യങ്ങളിൽ ഇടപെടലുകൾ നടന്നെങ്കിൽ മാത്രമേ ഇതിന് വ്യക്തത വരുത്താനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഓരോന്നും നടപ്പിലാക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നമുക്ക് ഏതേതെല്ലാം മേഖലകളിലുണ്ട് എന്ന് കൃത്യമായിട്ട് ഒരുപക്ഷെ നമുക്ക് അക്കമിട്ട് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുക എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ മുമ്പിൽ വലിയൊരു അൺസർട്ടനിറ്റി ഉള്ളത് അല്ലേ? കാരണം നമ്മൾ ഈ പറയപ്പെട്ട NEP മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോട് പെട്ടെന്ന് അലൈൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ CBSEയിൽ വരുന്നൊരു പ്രശ്നം കൂടി പറയാം. ഇപ്പോൾ പല സ്കൂളുകളും pre-KG തുടങ്ങിയിട്ടില്ല. ഒയാസിസ് എന്ന് പറയുന്ന CBSEയുടെ ഓൺലൈൻ പോർട്ടലുണ്ട്. ടീച്ചേഴ്സിൻ്റെ നമ്പർ മുഴുവൻ ആഡ് ചെയ്യേണ്ടതാണ്. ടീച്ചേഴ്സിനെയും കുട്ടികളെയും സ്ട്രെങ്ത്തും അതിൽ pre-KG ചോദിക്കുന്നുണ്ട്, LKG ചോദിക്കുന്നുണ്ട്, UKG ചോദിക്കുന്നുണ്ട്, ബാലവാടിക 1, 2, 3. അപ്പോൾ പല സ്കൂളുകളും pre-KG തുടങ്ങാനുള്ള സൗകര്യങ്ങളില്ല. കാരണം നേരത്തെ മാം പറഞ്ഞതുപോലെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ക്ലാസ് റൂം പോലെ അല്ല വേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ UDAIS ഉണ്ടല്ലോ, അതിലും കുട്ടിയുടെ ഡീറ്റെയിൽസ് pre-KG മുതൽ എൻട്രി ചെയ്യണമെന്നാണ് CBSE പറയുന്നത്. അത് പല ആളുകളും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി CBSEയിലും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ HPC നടപ്പിലാക്കുമ്പോൾ വന്നൊരു പ്രശ്നമുണ്ട്. HPC നടപ്പിലാക്കുമ്പോൾ പാരൻറ്റിന് മാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിടും. അപ്പം പാരൻ്റ് എന്ത് ചെയ്യും? എൻ്റെ കുട്ടി 3 ലെവലാണ് അതിലുള്ളത്. ആദ്യത്തെ ലെവൽ സ്ട്രീം, പിന്നെ മൗണ്ടെയിൻ, സ്കൈ. അതായത് ബിഗിനർ, പ്രോഗ്രസീവ്, പ്രൊഫിഷ്യൻ. ഈ എല്ലാവരും ആദ്യം തന്നെ കുട്ടിക്ക് പ്രൊഫിഷ്യൻ്റ് ടിക്ക് ചെയ്തിട്ട് കൊടുത്തു വിടും. പിന്നെ കുട്ടിയൊക്കെ ഡെവലപ്ഡ് ആണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഈ പാരൻറ്റിന് ഇതെങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്? ഒരു കുട്ടി സെൽഫ് കൺട്രോളാണോ? ഒരു സോഷ്യോ ഇമോഷണൽ എത്തിക്കൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ അത് ഒബ്സർവ് ചെയ്യാൻ നല്ലത് പാരൻ്റാണ്. അപ്പോൾ ടീച്ചർ ഇത് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? ഹെൽപ്പ് മെൻറ്റാലിറ്റി ഉണ്ടോ? പ്രൊഫിഷ്യൻ്റാണ്. സാധനങ്ങൾ കൊടുക്കുന്നുണ്ടാവും, അതും പ്രൊഫിഷ്യൻ്റാണ്. എല്ലാം നോക്കുമ്പോഴും ലാസ്റ്റ് അതിൽ കുട്ടീനെ മാറ്റാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് എങ്ങനെയാണ് HPC ചെയ്യേണ്ടത് എന്നുള്ളത് പാരൻറ്റിന് അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഇപ്പോഴും ഈ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുറച്ച് നിയമപരമായ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ചെയ്യേണ്ട കൺഫ്യൂഷൻസ് ഇപ്പോഴും സ്റ്റേറ്റ് ലെവലുണ്ടെങ്കിൽ CBSEയിലും ഇത്തരത്തിൽ കുറേ കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നത് ഇനി ബെറ്റർ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള കുറച്ച് ക്ലാരിറ്റി ഏതെങ്കിലും വിഷയത്തിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം കൂടുതൽ കൊടുക്കുന്നതായിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ലഞ്ചിലേക്ക് പോകേണ്ടതുണ്ട്. സോ നിങ്ങളുടെ ഉള്ള ക്വസ്റ്റ്യൻസ് സ്വാഗതം ചെയ്യുകയാണ്, പ്ലീസ്. ആർക്കും ഒന്നും ചോദിക്കാല്ലേ? സാറ് പറഞ്ഞ പോലെ എല്ലാവരും പ്രൊഫഷൻ്റ് മാർക്ക് ചെയ്തോ? ഇവിടെ ഇവരെല്ലാവരും സംസാരിച്ചപ്പോൾ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഒരു ടീച്ചർ ഈ ECCക്കുള്ളൊരു കോഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ മുതൽ ഉള്ളതാണെന്ന് എൻ്റെ അറിവ്. NIOSൻ്റെ കീഴിൽ ECCE കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിന് UPSCയുടെ അംഗീകാരമുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് അംഗീകാരം കൊടുത്തിട്ടില്ല. ഒരു 2 വർഷം മുമ്പ് ഇപ്പോൾ മാഡം പറഞ്ഞിരുന്നു ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് ഇതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവണം, താല്പര്യം എടുക്കണം, നമ്മൾ ഗവൺമെൻറ്റിനോട് പ്രസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളൊരു 3 വർഷം മുമ്പ് ഇപ്പം ജനസമ്പർക്ക പരിപാടി 20 മിനിസ്റ്റേഴ്സ് കൂടി ഇങ്ങനെ നടത്തിയിരുന്നു. അന്ന് 2 നിർദ്ദേശങ്ങൾ വെച്ചു. ഒന്ന്, ഇപ്പോൾ NEP വരുന്നത് കൊണ്ട് ഉടൻ തന്നെ ഈ ഇതുപോലെ D.Ed പോലെ B.Ed പോലെ കേട്ടിട്ട് പോലെ ഒരു കോഴ്സ് ഈ ഏർലി ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഫസ്റ്റ് 5 ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു. രണ്ടാമത്തെ നിർദ്ദേശം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ECC കോഴ്സ്, ഇനി അതല്ലെങ്കിൽ ഉടനെ തന്നെ അത് PSC അംഗീകരിക്കണം എന്ന് 2 നിർദ്ദേശങ്ങൾ വെച്ചു. നിർദ്ദേശങ്ങൾ വെച്ചതല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും അവരുടെ ഭാഗത്തു നിന്നൊരു മറുപടി വന്നിട്ടില്ല. മറ്റൊന്ന്, ഞങ്ങൾ ചോദിച്ചോന്ന് ചോദിച്ചാൽ അതുമില്ല. ഞങ്ങൾ ഫോളോ അപ്പ് നടത്തിയില്ല, നമ്മുടെ ഭാഗത്തും കുറ്റമുണ്ട്. അപ്പം അങ്ങനെ ചില നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനുള്ള ഒരു അനുകൂലമായ ഒരു നിലപാട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഇത് ഈ NEP നടത്തണോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ നടത്താതിരിക്കാൻ പറ്റില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് അത്ര സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ എന്തോ കുറേ ഗ്രാൻഡൊക്കെ കട്ട് ചെയ്ത കാര്യമൊക്കെ നമ്മളിപ്പോൾ അടുത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് വേണ്ടത്, എനിക്ക് തോന്നുന്നത്, നമ്മുടെ ടീച്ചേഴ്സിന് ഈ NIOSൻ്റെ കീഴിലുള്ള ഈ കോഴ്സ് ഇത് പഠിപ്പിച്ചാൽ അത് ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും. 1 വർഷത്തെ കോഴ്സേ ഉള്ളൂ, നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സാറ് പറഞ്ഞ കോഴ്സിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനാണ് ദേശീയ തലത്തിൽ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. അതിൽ നിലവിൽ നമുക്ക് 999 മുതൽ ഇത്തരത്തിൽ ഒരു പറയുന്നുണ്ട്. അതിൻ്റെ ബേസിൽ സ്റ്റേറ്റിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് 2 വർഷത്തെ അവരാക്കണം എന്ന് പറഞ്ഞിട്ട് 2004 മുതൽ 2 വർഷത്തെ കോഴ്സ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 1 ഇയർ കോഴ്സ് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. അതിനുശേഷം വീണ്ടും 2014 ആ റെഗുലേഷൻ വീണ്ടും റിവൈസ് ചെയ്തു. ആ റിവൈസ് ചെയ്ത് ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ റിവൈസ് ചെയ്ത് അതിന് 2 വർഷമാണ്, +2 ആണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് നിലവിൽ നാഷണൽ ലെവലിൽ NIOS ഉള്ള പോലുള്ളത് 1 ഇയർ കോഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റേറ്റിലും 1 ഇയർ കോഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അത് വന്നതിന് ശേഷം 2 ഇയർ കോഴ്സാക്കി അത് മാറ്റിയിട്ടുണ്ട്. അത് കാരണമാണ് പലപ്പോഴും ആ ഒരു തരത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ വന്നത്. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ നിലവിലുള്ളവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അവർക്ക്
ബ്രിഡ്ജ് കോഴ്സ് പോലുള്ള അഡീഷണൽ കോഴ്സ് കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് പ്രൊഫഷണലി അവരെ കോമ്പിറ്റൻ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. അതാണ് നമുക്ക് നിലവിൽ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഐട്ടപ്പ് എന്നുള്ള സംവിധാനം വന്നതുകൊണ്ട് സംസ്ഥാനത്ത് അത് നടപ്പിലാക്കുന്നവരെ, എനിക്കൊന്ന് സലീം സാറൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ആ കമ്മിറ്റിയിലുള്ള, അവർക്കൊക്കെയാണ് കൂടുതലായിട്ട് അതിനകത്ത് ചെലുത്താൻ കഴിയുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളത് പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളാണ്. അവർക്ക് വേണ്ടിയതിനെ സംബന്ധിച്ചുള്ള അധ്യാപകരുടെ എണ്ണം ഉണ്ടാക്കുന്നതിനേക്കാളും എപ്പോഴും സെക്കൻഡറി ലെവലും പിന്നെ അതുപോലെ തന്നെ പ്രിപ്പറേറ്ററി മിഡിൽ സ്റ്റേജിലെ ഉള്ള അധ്യാപകരെ പിന്നെ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കോഴ്സുകളാണ് ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അവർ വിചാരിക്കുന്ന അവരുടെ ഒരു അതെ സാലറി, അവരുടെ ഒരു സൊസൈറ്റിയിലുള്ള ഒരു എന്താ നമ്മൾ കോളേജ് ലെവലെന്നോ അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂൾ അധ്യാപിക എന്ന് പറയപ്പെടാൻ പലരും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ മാറ്റം വരേണ്ടത് സംസ്ഥാനത്ത് തന്നെ നയപരമായിട്ടുള്ള നമുക്ക് നയമില്ല എന്നുള്ളതാണ്. പ്രീ സ്കൂൾ നയം ഇതുവരെ സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുവേണ്ടി ഞാൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിനു വേണ്ടിയുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയും നടപ്പിലാക്കുന്നതിനുള്ളതായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രയാസമുണ്ടാക്കുന്ന കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തും ചെയ്യാനായിട്ട് കഴിയും. മറ്റൊന്നാണ് നമ്മളെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ അല്ലേ, ആർക്ക് വേണമെങ്കിലും പ്രീ സ്കൂൾ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാം. അതിനൊന്നും ഒരു നിയന്ത്രണമില്ല. തീർച്ചയായിട്ടും ഉടനെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനുള്ള പല ഡിസ്കഷനുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. NEP-യുടെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് ചില ഇത്തരത്തിലുള്ള പ്രീ സ്കൂൾ സ്ഥാപനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിന്, അത് അംഗീകാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പല ചർച്ചകളും നല്ല ലെവലിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതൊരു നല്ല മൂവ് തന്നെയാണ്. എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പോളിസിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതായി വരികയാണെങ്കിൽ നമുക്ക് പോളിസിക്കും ആക്റ്റും റൂൾസും ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുപക്ഷെ ഇതിന് വേണ്ടി വരും അല്ലേ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി തന്നെ ഒരു പ്രത്യേകമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കാരണം സംവിധാനം ഇല്ല എങ്കിൽ ഇത് ആരാണ് ഇതിൻ്റെ ഒരു ഗവേണൻസ് എന്ന് പറയുന്നത്? ഇപ്പോൾ സെക്കൻഡറി ലെവലിലുണ്ട്, ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ഉണ്ട്. ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിന് ഇത്രയും കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്ത് സംസ്ഥാനത്തെ 3 മുതൽ 6 വയസ്സ് വരെ അല്ലെങ്കിൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെയും അതുപോലെ തന്നെ അനധ്യാപകരെയും ഒക്കെ അവരുടെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സംവിധാനം തന്നെ വേണ്ടി വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അത് അപ്പുറത്തേക്ക് നമ്മളും ചില ചർച്ചകൾ ആ ഭാഗത്തേക്കും നീങ്ങേണ്ടതുണ്ടോ എന്ന് ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടിവരവുകൾ അതിനും കൂടി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഐഡിയകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ മാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വളരെ അടിയന്തരമായ ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്, പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷനിലൊക്കെ. ഇപ്പം കഴിഞ്ഞ തവണ ഞാനൊരു 2 മാസം മുമ്പ് നമ്മളൊരു ടീച്ചറെ, ഒരു മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞെന്ന് അവകാശപ്പെടുന്ന ഒരു ടീച്ചറെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു പോസ്റ്റ്, ഒരു വേക്കൻസി വന്നപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ ആ ടീച്ചറോട് നമ്മൾ ആദ്യം ചോദിച്ചത് മോണ്ടിസോറിയിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ടൂളിനെ കുറിച്ചാണ്. ആ ടീച്ചറിന് അറിയില്ല. എന്നാൽ ബൈ കോഴ്സ് ആ ടീച്ചറുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതായത് ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നടന്നു. എനിക്കറിയില്ല ഓൺലൈനിൽ എങ്ങനെയാണ് ഈ മോണ്ടിസോറി പഠിപ്പിക്കുക എന്നുള്ളതൊന്നും. അപ്പോൾ അങ്ങനെ വലിയൊരു അൺസർട്ടനിറ്റി സർട്ടിഫിക്കേഷൻ അടക്കമുള്ള കാലത്താണ് നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സോ സർക്കാർ തലത്തിൽ അടിയന്തരമായിട്ട് ആ വിഷയത്തിലൊക്കെ ഇടപെടലുകൾ വേണമെന്നുള്ളത് വളരെ ഒരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. ഷെഫ് സാർ, അതിൽ നമ്മൾ കേരള ICC സമ്മിറ്റ് ഈ വർഷം നമുക്കൊരു പ്രമേയം ഗവൺമെൻറ്റിന് കൊടുക്കാമെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും ചേർന്നിട്ട് നമുക്കൊരു കൂട്ടായിട്ടൊരു പ്രമേയം പാസ്സായി ഗവൺമെൻറ്റിന് കൊടുക്കാം ആവശ്യം. സാർ ഓക്കെ, നമ്മുടെ AP അഷ്റഫ് സാറിനോടാണ്.
ഈ CBSE തലത്തിൽ ഇതിന് എത്രമാത്രം ഇനീഷ്യേറ്റീവ്നെസ് നടന്നിട്ടുണ്ട്, അത് എത്രമാത്രം ഇപ്പോൾ പ്രസൻ്റ്ലി എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് താങ്കളുടെ നിരീക്ഷണം? പേഴ്സൻറ്റേജ് അങ്ങനെ പറയുമ്പോൾ പകുതിയിൽ കുറവേ ഉണ്ടായിട്ടുള്ളൂ എല്ലാ സ്കൂളുകളും. കാരണം pre-KG തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ബാലവാടിക 2, 3 അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് ശരിക്കും 4 തരത്തിലാണ്. ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ എൻഡ് സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്. ഇതാണല്ലോ 5+3+3+4 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 5 എന്നുള്ളത് ഒരു ഡൊമൈനാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജ് വൈസ് ക്ലാസിഫിക്കേഷൻ തന്നെ നടന്നിട്ടില്ല. പല സ്കൂളുകളിലും ഇപ്പോഴും ഹെഡ് KG ഹെഡാണ്. ശരിക്കും അവിടെ ECC കോർഡിനേറ്റർ അല്ലേ വേണ്ടത്, അല്ലെങ്കിൽ ECC ഹെഡാണ് വേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെ ഇപ്പോഴും കാണാം. അതിപ്പോഴും ലോവർ പ്രൈമറി തന്നെയാണ്. LP എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിൽ LP തന്നെയല്ലേ പറയുന്നത്, ആ രൂപത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേണിംഗ് ഔട്ട്കം ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് പല ടീച്ചേഴ്സിനും അറിയില്ല. ലേണിംഗ് ഔട്ട്കം ഫോക്കസ്ഡ്, കോമ്പിറ്റൻസി ഫോക്കസ്ഡ് എന്ന് പറയുന്ന 2 സാധനം, അത് തുടക്കത്തിൽ തന്നെ ഇന്ന് ലത്തീഫ് സാർ പ്രസൻറ്റ് ചെയ്ത വിഷയമാണ്. അതും പല ടീച്ചേഴ്സിനും നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഈവൻ NEP പോലും കൃത്യമായി പഠിക്കാത്ത ടീച്ചേഴ്സ് നിലവിൽ സിസ്റ്റത്തിലുണ്ട്. പക്ഷെ അത് നമുക്ക് അടിച്ചാക്ഷേപിച്ചെല്ലാവരും വളരെ നന്നായി ചെയ്യുന്ന സ്കൂളുകളും ക്രിയാത്മകമായി ചെയ്യുന്ന സ്കൂളുകളും ഇതിനകത്തുണ്ട്. പക്ഷെ കൂടുതലും ചെയ്യാത്തവരാണ് ഉള്ളത്. കാരണം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കേരള ICC സമ്മിറ്റിൽ CBSE ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആസ് എ CBSE റിസോഴ്സ് പേഴ്സൺ എനിക്കങ്ങനെ പറയാൻ സാധ്യമല്ല. ചെയ്യുന്ന സ്കൂളുകളുണ്ട്, നമ്മളത് പഠിപ്പിച്ച സ്കൂളുകളുണ്ട്, പോയി നോക്കുമ്പോൾ വളരെ വൃത്തിയായി ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. എന്നാൽ പലപ്പോഴും ചില സ്കൂളുകളിൽ ഈ pre-KG എന്ന് പറയുമ്പോൾ സ്ഥലമില്ല, ഇനി എന്താ ചെയ്യേണ്ടത്, തുടങ്ങണോ, നമ്മൾ വേണ്ടതാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യക്ഷത്തിൽ നിലവിലുള്ളത്. ഒരു കാര്യം എനിക്ക് അതിൽ ആഡ് ചെയ്യാനുള്ളത്, ഈ pre-KG സംവിധാനം നമുക്കിപ്പോൾ ECCയെ കുറിച്ചുള്ള NEP ഗൈഡ് ലൈൻസ് വരുന്നതിന് മുമ്പ് നടപ്പിലാക്കിയ ഒരു വലിയൊരു സെഗ്മെൻ്റ് ഉണ്ട്. അഥവാ ഈ റിലീജിയസ് പ്രീ സ്കൂളുകളുണ്ട്. റിലീജിയസ് പ്രീ സ്കൂളുകളിൽ പല നെറ്റ്വർക്കിലും, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ഖുറാനി പ്രീ സ്കൂളുകളിൽ ഈ pre-KG സംവിധാനം നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അകത്ത് ഓൾറെഡി അപ്പോൾ ഒരു നമുക്ക് ട്രയൽ ആൻഡ് എറർ എന്ത് ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ അവിടെയും നമ്മുടെ പറഞ്ഞ ടീച്ചർ കോമ്പിറ്റൻസി ഒരു പ്രശ്നം തന്നെയാണ്. ആരാണ് ഇതിന് സർട്ടിഫൈ ചെയ്യുന്നത്? ഈ ടീച്ചർ പഠിപ്പിക്കാൻ യോഗ്യയാണെന്നുള്ളത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാന്നുള്ളൊരു ചോദ്യം അവിടെ പലപ്പോഴും, നേരത്തെ നിയാസ പറഞ്ഞ പോലെ ഈ ടീച്ചർ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ പണി നിർത്തിപ്പോയാലും തോന്നിപ്പോവുക. ഈ പണി നിർത്തിപ്പോയാലും തോന്നിപ്പോകും. കാരണം മോണ്ടിസോറിൻ്റെ 2-3 സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തിനാണ് പിന്നെ ഈ പിങ്ക് ടവറിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ ക്ലാസ് പോയില്ല എന്നായിരിക്കും മിക്കവാറും പറയുണ്ടാവുക. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ പിറകിലൊക്കെയുള്ള കുറേ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ NEP അതൊരു പോളിസി മാത്രമായിട്ട് കിടക്കുന്നുള്ളതാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നൂല, അത് ഏട്ടിൽ മാത്രമായിട്ട് കിടക്കും. ആദ്യം നിയന്ത്രിക്കേണ്ടി വരിക ഈ ബസ് സ്റ്റോപ്പിൻ്റെ പിറകിൽ ബോർഡ് വെച്ചിരിക്കുന്ന അൺഓതറൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കും. കാരണം അവിടെ നിന്ന് പുറത്ത് വരുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടാണ് ഈ സ്കൂളിൻ്റെ അകത്ത് വർക്ക് ചെയ്യുള്ളൂ. മാനേജ്മെൻറ്റ് അത്രയും പൈസ മുടക്കാൻ പറ്റും, പക്ഷേ ബേസിക്കലി ക്ലാസ് റൂമിൻ്റെ അകത്ത് നടക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ അകത്താണ് NEP ഫോക്കസ് ചെയ്യുന്നത്. NEP ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? അത് മിസ്സായി പോകും. അതിൽ ടീച്ചർ കോമ്പിറ്റൻസി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മാം പ്ലീസ്. എൻ്റെ പേര് ഷാഹിന, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഗവൺമെൻറ് പ്രീ പ്രൈമറി അധ്യാപികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നപ്പോൾ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് സ്കൂളിൽ കയറിയതാണ്. പിന്നെ നമ്മൾ NTEC പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ടീച്ചർമാർ ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് പല ടീച്ചേഴ്സിന് എൻ്റെ അറിവിൽ അത് ചെയ്യാൻ പറ്റാതെ വന്നവരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇനി പുതിയൊരു NEP വരുമ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂട്ടുമ്പോൾ ആ ഒരു ടീച്ചേഴ്സ്, നിലവിലുള്ള ടീച്ചേഴ്സിന് ഒരു ഏജ് ലിമിറ്റ് വരും. അപ്പോൾ അത് ക്വാളിഫിക്കേഷന് പറയുമ്പോൾ നമുക്കിത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഏജ് ലിമിറ്റ് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അഷ്റഫ് സാർ പറഞ്ഞ പോലെ ഒരു ECCയുടെ ഒരു ഇത് വരികയാണെങ്കിൽ അതും കൂടി ഒന്ന് പരിഗണിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഡിപ്ലോമ ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അപ്പം നിലവിൽ എത്ര വയസ്സായാലും അത് വരാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവിടെ
ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഗ്നോ ഡിപ്ലോമ കൊടുക്കുന്നുണ്ട്, 1 ഇയർ ഡിപ്ലോമ കൊടുക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയും കോഴ്സുമാണ്. അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ആർക്കും ഏജ് ബാർ ഇല്ലാതെ ചെയ്യാവുന്നതായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. വന്നിട്ടില്ല, വന്നു കഴിഞ്ഞ് പിന്നെ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയണ്ട, അതുകൊണ്ട് പറഞ്ഞത്. Good afternoon, everybody. My name is Shakira Shanavas. I'm representing Roots Valley International School. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കുഞ്ഞിക്കിളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ടീമിനോടുള്ള നന്ദിയാണ്. ഒരുപാട് ബുക്സ് കണ്ടുവരുന്നുണ്ട് ഞങ്ങൾ. ഈ പറഞ്ഞ പോലെ അതിനകത്ത് നമ്മളെപ്പോഴും ചെറിയ മക്കളെ പഠിപ്പിച്ച് തുടങ്ങേണ്ടത് അവർക്ക് ഈസിലി എഴുതാൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന ലെറ്റേഴ്സിൽ നിന്നാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുക്കിൽ പണ്ട് കാലത്ത് ഞാനൊരു DPP ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് പഠിച്ച എന്നുള്ള ലെറ്റർ പലപ്പോഴും മക്കൾക്ക് തുടർന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായി കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബുക്സുകളിൽ തായും റായും ഒക്കെ വരികയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുഞ്ഞിക്കിളി എന്നുള്ള ഒരു ചുവടുവെപ്പിന്. താങ്ക് യു. ഞാനൊരു കാര്യം കൂടെ നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. കുട്ടിയുണ്ട്, ഞാൻ ഒപ്പം തന്നെ ഇതിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ക്ലാസ് മുറിയിൽ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന ഒരാളുകൂടിയുണ്ട്. ആരാ? ആയമാരെന്ന് പറയും, ഹെൽപ്പർ എന്ന് പറയും അല്ലേ. അവർ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അവരോടൊപ്പം ടീച്ചേഴ്സിനോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് നോക്കേണ്ടവർ അവരും കൂടിയാണ്. നമ്മുടെ 2015 ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ECC പറയുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് അധ്യാപകരും ഒക്കെ ഇടപെടേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സംസാരം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചില ശീലങ്ങളൊക്കെ രൂപീകരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കുഞ്ഞു കാണുന്നത് ഈ അധ്യാപകരെയും ആയൊക്കെയാണ് പലപ്പോഴും. അപ്പോൾ അവരുടെ സംസാരങ്ങൾ, ഇടപെടലുകളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആയമാർക്കും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സ്കോൾ കേരളയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു 6 മാസത്തെ കോഴ്സ് സ്റ്റാർട്ട് ഗവൺമെൻറ് അംഗീകരിച്ച് വന്നതാണ്. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു PSCയും ഒക്കെ ഇനി അംഗീകരിക്കുകയും അതൊരു നല്ലൊരു സംവിധാനമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ആയമാരുണ്ടെങ്കിൽ അവർക്കത് പഠിക്കാനുള്ള സംവിധാനമാണ്. ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ കെയർ ആൻഡ് മാനേജ്മെൻറ്റ്, പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചൈൽഡ് കെയർ ആൻഡ് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് DCPM എന്നുള്ള പേരിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ബാച്ചിൽ വിളിക്കുമായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് കഴിയും. അപ്പോൾ അധ്യാപകർക്കല്ല ആകാൻ ഇനി താല്പര്യമുള്ളവർക്ക് ആ കോഴ്സൊക്കെ കഴിഞ്ഞാൽ അവരായിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത് സർക്കാർ തലത്തിൽ ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് സ്കോൾ കേരളയുടെ സൈറ്റിൽ നോക്കിയാൽ മതി, നിങ്ങൾക്കത് കാണാൻ. 14 ഡിസ്ട്രിക്റ്റിലും അതിൻ്റെ സെൻറ്ററുകളുണ്ട്. പൈലറ്റ് പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ബാച്ച് വീതം കഴിഞ്ഞ ഒരു ബാച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഡിസംബർ ആയപ്പോഴത്തേക്ക് ഒരു ബാച്ചിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അടുത്ത് കോൾ ഫോർ ചെയ്യേണ്ട സമയമായി എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്ത് ECCയെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. അവരും ഒക്കെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ശരിയായിട്ട്, കാരണം 7 വയസ്സൊക്കെയാണ്, 7th ആണ് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 7th പാസ്സാണ്. അതെ, അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു അത് 10th ആണ് ഇപ്പോഴത്തെ 10th പാസ്സും ഈ ഒരു കോഴ്സും കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു ഇത് കിട്ടും. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലൊരു അങ്ങനെ ഒരു കോഴ്സുണ്ട് PHSCയിൽ. അത് 3 ജില്ലകളിലെങ്ങാണ്ടാണ് അത് നടപ്പിലാക്കപ്പെട്ടുള്ളത്. അപ്പോൾ അത്തരം കോഴ്സുകളിലുള്ളവരെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ECCയിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആയിട്ടൊക്കെ ചൈൽഡ് കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് അത്തരം കോഴ്സ് പാസ്സായ വ്യക്തികളെയൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് കഴിയും. മാം, ടൈം ഒരുപാടായി എന്നറിയാം. എന്തായാലും ചെറിയൊരു ആശങ്ക, ഈ ECC കോഴ്സ് ഇപ്പോൾ നമ്മൾ പ്രീ പ്രൈമറി കഴിഞ്ഞ ടീച്ചേഴ്സിന് ഡിപ്ലോമ കോഴ്സാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 5 ഇതിൽ വരുമ്പോൾ 2nd സ്റ്റാൻഡേർഡ് വരെ വരുന്നുണ്ട്. ഇപ്പോൾ സെയിം ടീച്ചേഴ്സിന് ഇപ്പോൾ നിലവിൽ KG വരെ UKG വരെയാണ് ഈ ടീച്ചേഴ്സ് എടുക്കുന്നത് ക്ലാസ്. ഈ ടീച്ചേഴ്സ് തന്നെ വേണ്ടി വരില്ല? ഇപ്പോൾ ECC കഴിഞ്ഞവർ തന്നെ വേണ്ടേ 2nd സ്റ്റാൻഡേർഡ് വരെ എടുക്കാൻ?
അപ്പം നമ്മൾ ഇപ്പം നിലവിൽ DED ഒക്കെ കഴിഞ്ഞ ടീച്ചേഴ്സാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ ഈ സിലബസിൻ്റെ ഒരു ഭാരം അല്ലെങ്കിൽ അത് എത്രത്തോളം ECCA കഴിഞ്ഞ ടീച്ചേഴ്സിന്, ഇപ്പോൾ DED കഴിഞ്ഞവരും അവരുടെ കോഴ്സും പ്രീ പ്രൈമറിയും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് എങ്ങനെ ഇപ്പോൾ ഉള്ളൊരു സിലബസും വെച്ച് ഈ ഒരു ഡിപ്ലോമയും വെച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതൊരു സംശയമുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ഇപ്പോൾ NCF-FS ഒക്കെ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് NEP. എത്രത്തോളം അധ്യാപകർ NEP-ലും NCF-ൻ്റെ FS-ലൊക്കെ അറിവ് നേടിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് പറയാനുള്ള കാരണം, ഇപ്പോൾ CBSE-യുടെ കാര്യം ഞാൻ പറയണത്, CBSE-യിൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 700 റുപ്പീസാണ് അതിൻ്റെ ഫീസ്. ഒരൊറ്റ ദിവസം കൊണ്ട് NCF എത്രത്തോളം അത് ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാനൊരു 1-2 ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ 2 ദിവസമാണെങ്കിൽ ഒരു ടീച്ചറിന് കൊടുക്കേണ്ടത് 1400. നമ്മൾ മിക്ക സ്ഥാപനങ്ങളിലും അത് മാനേജ്മെൻറ്റിനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ ട്രെയിനിങ്ങിന് വിടുക എന്ന് പറഞ്ഞാൽ അതിനൊരു അപര്യാപ്തത ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ടീച്ചറോ അല്ലെങ്കിൽ 2 ടീച്ചറോ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത് സ്കൂളിൽ വന്ന് മറ്റു ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാര്യം കേട്ട് വന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാകുമ്പോഴേക്കും എന്തായി തീരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ നമുക്കൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, പറ്റുമെങ്കിൽ ഇത്തരം കോഴ്സുകളൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് ഏറ്റവും ആദ്യം ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിലൊരു അറിവ് വേണം, എങ്കിലേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ശരിയാവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ് അതിപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നൊന്നും നമ്മൾ പറയില്ല, പക്ഷേ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളൊക്കെ ആണെങ്കിൽ എത്രത്തോളം സാലറി ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ അത് മാനേജ്മെൻറ്റ് എടുക്കുന്നതിനും പരിമിതികളുണ്ട്, ടീച്ചേഴ്സ് കൊടുക്കുന്നതിലും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിനുള്ള ആ ഒരു ഫീസ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ വല്ല മെമ്മോറാണ്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം എന്നാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത്. നമുക്കത് തോന്നിയിട്ടുണ്ട് നന്നായിട്ട്. നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും അത് മുന്നോട്ട് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ. പിന്നൊന്ന് ബാലവാടിക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീ പ്രൈമറിയിൽ തുടങ്ങുമ്പോൾ പല പേരൻസും ഇപ്പോഴും റെഡിയല്ല 3-ാമത്തെ വയസ്സിൽ കുട്ടികളെ ചേർക്കാൻ. അവർ പറയണത് എൻ്റെ കുട്ടി ചെറുതായി ഇപ്പം തന്നെ ചേർത്താൻ പറ്റില്ല. അപ്പം ഈ എത്രത്തോളം ടീച്ചേഴ്സിന് നമ്മൾ ക്ലാസ്സസ് കൊടുക്കണോ അത്രയും അതേ ഇമ്പോർട്ടൻ്റോട് കൂടെ പേരൻസിനും. അതൊക്കെ ആര് കൊടുക്കും എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ഒരു ട്രെയിനർ വന്ന് തന്നെ ആ ക്ലാസ്സിൽ എത്ര പേര് അറ്റൻഡ് ചെയ്യും? അപ്പം നമ്മളിത് പൊതുസമൂഹത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കമ്പൽസറി ആയിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഇപ്പം ബാലവാടിക നേരത്തെ പറഞ്ഞ യൂഡൈസിലാവട്ടെ ഒയാസിസിലാവട്ടെ ബാലവാടിക നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തടത്ത് പാരൻസ് ചേർത്തുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ അത് തുടങ്ങും? അപ്പം പാരൻസിൻ്റെ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. 3 ചോദ്യമാണ് മാം ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം 1-ലും 2-ലും അവർ പഠിപ്പിക്കാവുന്ന, അതിനനുസരിച്ചിട്ടാണ് ഡിപ്ലോമ ECCEയിൽ അവർ രൂപകൽപ്പന, അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അങ്ങനെയാണ് പുതിയതായിട്ട് വരുന്ന ECCE B.Ed ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം. നിലവിലുള്ളവർക്ക് ഡിപ്ലോമ അറ്റൻഡ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, CBSE-യുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. അതിൽ 50 hours CPD ഒരു ടീച്ചർ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ചാപ്റ്റർ 8-ൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എന്ന് പറയുന്നതിൽ 50 hours ഓഫ് CPD, അതിൽ 25 hours CPD അറ്റൻഡ് ചെയ്യേണ്ടത് ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെയും ബാധ്യതയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ മാം പറഞ്ഞ കൺസേൺ സാലറി കുറവ് എന്നുള്ളത് അതാത് മാനേജ്മെൻറ്റുകളാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ലെറ്റ് മീ കംപ്ലീറ്റ് മാം. കേട്ടില്ല, കേൾക്കുന്നില്ല. 25 hours സ്കൂളിൽ നടത്തേണ്ടത്. അപ്പോൾ 25 hours റിമൈനിങ് 20, അപ്പോൾ 25 hours പോയി കഴിഞ്ഞാൽ മാം പറഞ്ഞതുപോലെ ചിലപ്പോൾ NCF-FS മനസ്സിലാവില്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊരു സെഷൻ ചെയ്തിരുന്നു. പാപ്പിയോൺ സൊല്യൂഷൻസ് മലയാളം 4 ദിവസത്തെ 500 രൂപ മാത്രം വാങ്ങിയിട്ട് 6 മണിക്കൂറിൻ്റെ ഓൺലൈൻ ട്രെയിനിങ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ
മാത്സ് എങ്ങനെയാണ് ECCEയിൽ ലേണിംഗ് ഔട്ട്കം ഫോക്കസ്ഡ് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പരിശീലനങ്ങൾ ഒരു നോമിനൽ കോസ്റ്റിൽ ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെ EC ഫൗണ്ടേഷനോ അല്ലെങ്കിൽ പാപ്പിയോൺ സൊല്യൂഷൻസോ ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 25 മണിക്കൂറിന് ആ സർട്ടിഫിക്കറ്റ് വാലിഡാണ്. 25 മണിക്കൂറിൽ നിർബന്ധമായും CPD തന്നെ CBSEയുടെ COE തരുന്നത് തന്നെ അറ്റൻഡ് ചെയ്യണം. അത് CBSEയുടെ റൂളാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ 50 hours CPD കൊണ്ടുവന്നത് തന്നെ CBSE NEP ബാധകമായിട്ടാണ്. അപ്പോൾ 25 hours CBSE COE നൽകുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് അറ്റൻഡ് ചെയ്യൽ, എല്ലാ ടീച്ചേഴ്സും അറ്റൻഡ് ചെയ്യൽ. അത് CBSE സ്കൂളുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഡാഷ് ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിങ് സെൻറ്ററിന് HQയിൽ ഇരുന്ന് തന്നെ കൃത്യമായി അത് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എത്ര ടീച്ചർ CBP അറ്റൻഡ് ചെയ്തു, CPD അറ്റൻഡ് ചെയ്തു എന്നുള്ളത് അവിടെ നിന്ന് കൃത്യമായി അസസ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രാവശ്യം എക്സ്റ്റൻഷന് ശ്രമിക്കുമ്പോൾ CBSE സ്കൂളുകൾ 5 വർഷം കൂടുമ്പോൾ എക്സ്റ്റൻഷനുണ്ട്. ആ എക്സ്റ്റൻഷന് ശ്രമിക്കുന്ന സമയത്ത് ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് വരും. LOC സബ്മിറ്റ് ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് വരും. 2030 കൂടി അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗ്രേറ്റ്. സമയം പരിമിതമായതുകൊണ്ട് നമ്മളതിൻ്റെ അവസാനത്തേക്ക് കിടക്കുകയാണ്. നല്ലൊരു സെഷനായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരാഴ്ചത്തെ സിമ്പോസിയം നടത്തിയാലും തീരാത്തത്ര ഇവർക്കും സംസാരിക്കാനുണ്ട്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ചോദിക്കാറുണ്ട്. കാരണം ചോദ്യങ്ങൾ അവസാനിക്കില്ല. അതിനനുസരിച്ച് പുതിയ തരത്തിലുള്ള റിസർച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരേണ്ടതുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നമുക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇതാണ്, ഈ പറയപ്പെട്ട NEP 2020 എന്ന് പറയുന്ന ഭാഗമൊക്കെ ഇപ്പോഴും ഒരു നല്ലൊരു ശതമാനം പേപ്പറിൽ മാത്രമാണ്, ഒരു ഡോക്യുമെൻ്റായിട്ട് നിലനിൽക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് എനിക്ക് തോന്നുന്നൊരു 10 to 20% മാത്രമേ പോയിട്ടുണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ സ്കൂളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന രൂപത്തിൽ നമ്മൾ വളരെ അടിയന്തരമായിട്ട് എടുക്കേണ്ടത് ഇത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിന്തയും ഒരു ചർച്ചയൊക്കെയാണ് നമ്മുടെ സ്കൂൾ ലെവലിൽ നടക്കേണ്ടത്. എനിവേ, ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദിസ് ഈ ഒരു സെഷൻ നമ്മോട് സഹകരിച്ച, കൃത്യമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട ഷീല മാമിന് ആദ്യം ഈ ഒരു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ പലപ്പോഴും പല കാര്യങ്ങളും സർക്കാർ സംവിധാനത്തിലുള്ള കാര്യങ്ങളും നമുക്കറിയില്ല, നമുക്കതിലേക്ക് കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അല്ല, അതിനെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും നമുക്ക് കിട്ടാറില്ല. ഒരു പരിധിവരെ മാമിന് തരാൻ വേണ്ടി സാധിച്ചു. ചില പുതിയ കോഴ്സുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. സോ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മാഡം ഷീല. ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹൃദയത്തിനടുത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ CBSEയുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ NCF അതുപോലെ NEPയുമായി ബന്ധപ്പെട്ടതിൻ്റെ കരിക്കലും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന രൂപത്തിൽ നമ്മോട് സംബന്ധിച്ച പ്രിയപ്പെട്ട AP അഷ്റഫ് സർ, അദ്ദേഹത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൈമാറി തന്ന പ്രിയപ്പെട്ട ഡോക്ടർ CP അഷ്റഫ് സാറിനും ഈ ഒരു സദസ്സിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. സോ നമുക്ക് ഈ ഒരു സെഷൻ റാപ്പ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലൊരു അവസരം ഇവരെ ഒരുക്കിയ പാപ്പിയോൺ സൊല്യൂഷൻസിനും പ്രത്യേകമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സർ പ്ലീസ്. താങ്ക് യു.